എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്, കുറെ പേര് ചൊറിഞ്ഞ വീഡിയോ ആണ്, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. ചിലപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അറിയില്ലല്ലോ, അവർക്ക് അറിയുമെന്നുള്ളത്. ഓക്കെ, അപ്പം എന്നെ ഒരു സോദരി പിന്നാലെ നടന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ മിണ്ടാണ്ടിരിക്കുക, അങ്ങനെ നിവൃത്തി കെട്ടിട്ട്, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്, നിവൃത്തി കെട്ടിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ സോദരിയും സോദരിയുടെ ഹസ്ബൻഡും കൂടെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് പോയി. അപ്പൊ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതിന്റെ ഫോളോ അപ്പ് അറിയണം, സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് കാണാൻ ശ്രമിക്കുക, സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുക. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ സോദരി വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത് കേട്ടാൽ തന്നെ അറിയാം. അവര് ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിഞ്ഞു മാറ്റി. അവർ ചെയ്തൊന്നും ഒരു കുറ്റമല്ല, നമ്മളടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ തപ്പി പിടിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഇടാനാണ് ശ്രമിച്ചതെന്ന് കുറേ പേർക്ക് മനസ്സിലായി. ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു അധിക പേരെന്ന് പറഞ്ഞാൽ 3-4 പേര് എനിക്ക് പേഴ്സണലി അല്ല, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി 3-4 പേര്. ഇനി അതിൽ കൂടുതൽ ഉണ്ടോ എനിക്ക് അറിയില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പം ഒരു 3-4 പേര്, അവർക്കുള്ള റിപ്ലൈ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പേര്, അതായത് എന്ത് സത്യം എന്നൊന്നും അറിയണ്ട, അവർ പറഞ്ഞ അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് പേര്. അതുപോലെ ഈ പറഞ്ഞ 2 വ്യക്തികൾക്കുള്ള റിപ്ലൈ എന്താ, ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കണമല്ലോ. ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നത് ഒരു ചളിക്കുണ്ടിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം അവരുടെ ക്യാരക്ടർ എനിക്കറിയാം. ഓക്കെ, പേഴ്സണൽ ഹരാസ്മെന്റിന് നിങ്ങൾക്ക് പറയാൻ ഒരു ന്യായം, അതായത് ഒരു എന്താ പറയാ, എനിക്ക് ആ വേർഡ് അറിയില്ല, അത് പറയാൻ നിങ്ങൾക്ക് ഒരു ആ സാധനം എനിക്ക് അറിയില്ല. കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുക, കമന്റ് ചെയ്യൂ. ഓക്കെ, അവകാശമോ എന്തെങ്കിലും പറയാം. ഒരു തരത്തിലും പേഴ്സണൽ ഹറാസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്ന വ്യക്തികളല്ല നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ ചെയ്തത് അത്രത്തോളം അത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു റിഗ്രഷനും ഇല്ല. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കുറെ ഭീഷണികളൊക്കെ മുടക്കിയായിരുന്നു, ഇനി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. എല്ലാത്തിനുള്ള റിപ്ലൈ ഞാൻ ഒരു പോയിന്റ് പോലും വിടരുത് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ മിണ്ടാണ്ടിരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 2023 ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നെന്താ, ഞാൻ എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും ആവട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് മിണ്ടാണ്ടിരുന്നു. ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞത് അവർക്ക് എന്തോ ആവാം, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നീ മിണ്ടാണ്ടിരുന്നോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ കൂടി ചെയ്ത് ഞാൻ അവസാനിപ്പിക്കും. കാരണം എനിക്ക് ഇതിന്റെ പിന്നാലെ അങ്ങനെ നടക്കാൻ വയ്യ, എനിക്ക് സമയമില്ല, എനിക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇതോടുകൂടി ഞാൻ നിർത്തണം. പക്ഷേ എനിക്ക് പറയാനുള്ളത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ തോണ്ടി എനിക്ക് നിങ്ങളെപ്പോലെ ക്രൂക്ഡ് മൈൻഡായിട്ട് ഞാൻ ഒരാൾ വീഡിയോ നടക്കാൻ പറ്റിയത് ക്രൂക്ഡ് മൈൻഡ് എന്താണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതാണോ മനസ്സിലായത്? ആ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ഇല്ല, ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം, നിങ്ങളിത് കണ്ടോളൂ. കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് കണ്ട് സത്യമാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ 1000 വട്ടമല്ല, ഒരു വട്ടം പോലും അവൾ ചിന്തിച്ചിട്ടില്ല എന്ന് എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് മുന്നേ പ്ലാൻ ചെയ്തതാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കോൾ ചെയ്ത് ഓരോ സമയം എനിക്ക് റെക്കോർഡ് ചെയ്യായിരുന്നു. നിങ്ങൾ എന്നോട് സംസാരിച്ച രീതി, അസഭ്യമായ വാക്കുകൾ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കായിരുന്നു. എനിക്ക് ആ ബുദ്ധി, ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയ്ക്കും തരംതാഴ്ന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാനോ തെളിവുകൾ ശേഖരിക്കാനോ പോകാത്തത് കൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് അധികം പ്രിപ്പറേഷൻ ഒന്നും വേണ്ടിയിരുന്നില്ല. ഓക്കെ, നിങ്ങളെ കോഴ്സ് ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ അതൊക്കെ ചെയ്തു എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയണ്ടല്ലോ, ചെയ്തോളൂ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷെ എനിക്ക് പറയാനുള്ള എനിക്ക് പറയാലോ, ഞാൻ നിങ്ങൾ ഭീഷണിയുടെ മുഖത്തൊന്നും ഞാൻ മിണ്ടാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞത് അവർ സ്റ്റോറി ഇട്ടെന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം അത് തികച്ചും പേഴ്സണലാണ്. ഒരിക്കലും ഒരു കൺസെപ്റ്റിനെയോ ഒരു ടീമിനെയോ അടക്കി പറയേണ്ട ഒരാവശ്യവും ഈ വ്യക്തിക്കും ഇല്ല, അതുപോലെ ഞാനും അത് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചൊന്നുമല്ല, നമുക്ക് തികച്ചും പേഴ്സണലായി പോയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അതിലേക്ക് മൂന്നാമതൊരാളെ വലിച്ചടക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ കാര്യത്തിലേക്കൊക്കെ വലിച്ചടച്ച് പ്രശ്നം ഇങ്ങനെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഒന്നും മിണ്ടാണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം ഈ പ്രശ്നം, അതായത് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ അവരെന്നെ പറയുന്നത്, അവരിട്ടൊരു സ്റ്റോറി കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന്, കൊള്ളാൻ വേണ്ടിയല്ല ഇട്ടത്, അത് കൊള്ളാണ്ടിരിക്കില്ലല്ലോ, ഞാനും മനുഷ്യൻ തന്നെയല്ലേ. എത്രയെന്ന് വെച്ചാൽ നിങ്ങളോട് ക്ഷമിച്ച് മിണ്ടാണ്ടിരിക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു സ്റ്റോറി ഇടാനുണ്ടായ റീസൺ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായിട്ട് സ്വന്തം ലൈഫിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിന്റെ പുറത്തുള്ള സന്തോഷത്തിന്റെ പുറത്തിട്ട സ്റ്റോറി. ഓക്കെ, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പഠിക്കാൻ പോവില്ല, എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല, ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പല മീറ്റിങ്ങിലും ഞാൻ പ്രീവിയസ് വീഡിയോയിലും എൻ്റെ മീറ്റിംഗ്സിലും ഒക്കെ പറഞ്ഞൊരു കാര്യം, എൻ്റെ സിറ്റുവേഷൻ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം, അതുപോലെ ഞാൻ ഹൗസ് ഏജൻസി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ജോബ് അന്വേഷിച്ചപ്പം ലോ സ്കെയിൽ സാലറി എനിക്ക് കിട്ടി. ഞാൻ എവിടെയും എൻ്റെ പ്രൊഫഷനെ നെഗറ്റീവായിട്ടോ താഴ്ത്തി കെട്ടിയിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഫിജിക്കാർട്ട് യൂസ് ചെയ്യാനുള്ള കാരണം, അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇന്നും എന്നും എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. അതെൻ്റെ പ്രൊഫഷനും ഇതെൻ്റെ പാഷനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടതാ. പിന്നെ അതൊന്നും നിങ്ങൾ കേൾക്കില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ട മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ പ്രൊഫഷനെ ഞാൻ എവിടെയും മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രാക്ടിക്കലി ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്ന സമയത്ത് ഞാൻ ഹൗസ് ഏജൻസി ടൈമിൽ മാസം 10-23,000 രൂപ സ്റ്റൈപ്പൻഡ് മേടിച്ച് ഗവൺമെന്റ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയൊരു വ്യക്തിയാണ്. അപ്പൊ അത്രയും സാലറി, മന്ത്ലി സാലറി കിട്ടിയ ഒരാള് പുറത്തെത്തിയൊരു ജോബ് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്ക് അറിയാൻ പറ്റുമ്പോൾ എഫേർട്ട് കൂടുതലും സാലറി ലെവൽ കുറച്ച് കുറവായിരിക്കും. സോ ഞാനൊരു ജോബിന് പോയ സമയത്ത് ഇത്രയ്ക്കും എക്സ്പീരിയൻസ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും ഒരു 1 year എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ 4.5 years പഠനവും 1 year എക്സ്പീരിയൻസും കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളോട് പറയണം 3 മാസം ട്രെയിനി ആയിട്ട് കയറാം, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാലറി പറയാം. അപ്പോഴും സാലറി ഇത്ര അവർ പറയുന്നില്ല. അത്രയും ലോ സ്കെയിലായിട്ട് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വേറൊരു ഹോസ്പിറ്റൽ വേണ്ട, സ്വന്തമായിട്ടൊരു ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു. അതിന് നോക്കിയപ്പോൾ അതിനും നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. സോ എന്നെ അപേക്ഷിച്ച് ആദ്യം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം ഫിജിക്കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൽ ഞാൻ ഫോക്കസ് ചെയ്തു, അതിൽ നന്നായി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഇൻകം വന്നു. സോ അതിൽ ഫോക്കസ് ആയി. അപ്പോഴാണ് ഞാൻ എൻ്റെ മോളെ പ്രഗ്നന്റ് ആവുന്നത്, അതുപോലെ അവളുടെ ഡെലിവറിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയ സിറ്റുവേഷൻ, അതായത് എൻ്റെ അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞാൻ അനുഭവിച്ച മെന്റൽ ട്രോമ, ഇതൊക്കെ ഞാൻ കടന്നു പോയത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. ആ സമയത്തൊന്നും എനിക്കൊരു ജോബ് എന്നുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷനിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഞാൻ പ്രഗ്നൻസി ടൈം ആഫ്റ്റർ ഡെലിവറി ഒക്കെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണ്ടേ, ആ സമയമൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫിജിക്കാർഡ് ചെയ്തത്. അല്ലാതെ ഞാൻ എവിടെയും ഞാൻ ഫിജിക്കാർഡ് ചെയ്യില്ല എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെയ്യില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. സോ അത് ക്ലിയർ ആയല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റോറിയിൽ പറഞ്ഞത്, അന്ന് പറഞ്ഞതല്ലല്ലോ പിള്ളേച്ചൻ ഇന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേട്ടില്ലേ. ഞാൻ സ്റ്റോറി ഇവിടെ കാണിക്കാം. മറ്റൊരാളെ പരിഹസിച്ച് അങ്ങനെ ഒരു സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചെയ്തത് എന്താ? നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് വ്യക്തികൾ ഈ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ അവരോട് എന്താ പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ചെയ്യണം നിങ്ങളും പറഞ്ഞിരുന്നു. എന്നിട്ടോ ഒരു നിമിഷം, ഞാൻ ഇപ്പോഴും എൻ്റെ ടീമിൽ വർക്ക് എടുക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്. എനിക്ക് ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോഴും അതിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ എന്നെ വിളിച്ചിട്ട് മാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തരോ, ഇന്നൊരാളോട് സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. അത് എന്തിന്റെ പുറത്താ? ആ ടീമിനുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്താ. ഇതൊന്നുമല്ലാതെ മീൻസ് എനിക്ക് ടീമിനെ നോക്കാൻ പറ്റില്ല എന്ന് മുഖത്തെറിഞ്ഞ പോലെ പറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ത് ഒരു ഇത് എന്താ പറയാ, നിങ്ങൾക്കൊരു മനസ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ടീമിനോട് ചെയ്ത കാര്യം എന്താ? എന്നിട്ട് ചെയ്യുന്ന ഒരാളെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്, നല്ലപോലെ വർക്ക് ചെയ്ത് ടീമിൽ ഇൻവോൾവ് ആയൊരു സമയം. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്തൊരു സമയമുണ്ട്, അതായത് അതിലുണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. പക്ഷെ അത് നിങ്ങളെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വോയിസ് അടക്കം ഞാൻ കേൾപ്പിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ആ എന്നെയാണ് ഇത്തോതിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ അന്ന് പറഞ്ഞതാണോ പിള്ളേച്ച ഇന്ന് പറയുന്നത്? അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ പിള്ളേച്ച നിങ്ങൾ ഇന്ന് കുറ്റമായിട്ട് പറയുന്നത്? അന്ന് മീറ്റിങ്ങിന് കയറി നിങ്ങൾ ബാക്കിയുള്ളവരോടും ലീഡേഴ്സിനോടും പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് തെറ്റായത് എങ്ങനെയാ പിള്ളേച്ച? ഈ പിള്ളേച്ചൻ ഇതൊന്നും ബോധല്ലേ? ഈ പിള്ളേച്ചനെതിരെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് എന്താ? ഇത്രയും കാലം ചെയ്തതൊക്കെ പിന്നീട് കുറ്റം. എന്നിട്ട് അത് അല്ല എൻ്റെ തലയ്ക്ക്. നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ ക്ലീൻ ബോൾ അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ മാറി നിൽക്കുക, നല്ല സ്വഭാവം, കീപ് ഇറ്റ് അപ്പ്. ID കിട്ടുമ്പോൾ 40ഓളം പേരുണ്ടായിരുന്നു സഹോദര. 40ഓളം പേരല്ല, 50-ന്റെ മുകളിൽ 60-ന്റെ അടുത്തോളം ആൾക്കാരുണ്ടായിരുന്നു. 6000 സംതിങ് പോയിന്റ് ഉണ്ടായിരുന്നു ഞാൻ തരുമ്പോൾ. ഓക്കെ, എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്താ തന്നത്, എത്രയാ തന്നത് എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഒരു 1.5 ലക്ഷത്തിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഇൻകം ഉണ്ടാക്കാനുള്ള 1 സൈഡ് പോയിന്റ് ഞാൻ തന്ന് നിങ്ങൾ അവിടെ വർക്ക് എടുത്ത് ഇപ്പുറത്തെ സൈഡ് വർക്ക് എടുത്തു. അവിടെ നിങ്ങൾ മാത്രമാണോ, ഞാനും ടീമും എല്ലാവരും കൂടെ ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു ഇൻകം ഉണ്ടാക്കി. നിങ്ങളത് നിങ്ങൾക്ക് ഹസ്ബൻഡിന് അത് ഓർമ്മയില്ല, ഇടയ്ക്ക് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സഹോദരി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ല ഞാൻ മാത്രമല്ല കേട്ടോ വർക്ക് എടുത്തത്, അങ്ങനെ പറയുന്നുണ്ട്. സന്തോഷം. ഓക്കെ, സൈഡ് പവർ മാറി മറ്റേ സൈഡിൽ ഇൻകം വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. എത്ര ഇൻകം കിട്ടിയതിന് ശേഷമാണ് ഈ പറച്ചിട്ട് നിലയ്ക്കണം. ഒരു 5000 രൂപ മുടക്കിയിട്ട് ഇവരൊരു 5000 രൂപ മുടക്കിയിട്ട് ഇവർക്ക് കിട്ടിയത് ലക്ഷങ്ങളാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ ഡെഡായിരുന്നു. അത്രയും കാലം അവർ ആ ടീമിനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നെക്കൂടെ പറ്റുമ്പോൾ ഞാൻ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. പിന്നീട് എനിക്ക് കിട്ടുന്ന എൻട്രിയും വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഇവരുടെ പവറിൽ, അതായത് ഇവർക്ക് ഞാൻ കൊടുത്ത പവറുള്ള ഒരു ഐഡിയ ഉണ്ട്, ആ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്ത് അവിടെ ആക്റ്റീവായിട്ട് തന്നെ പോകുമായിരുന്നു. ഇവർ ഒറ്റയ്ക്ക് കിടന്നൊരു കഷ്ടപ്പെടണമായിരുന്നു ഇപ്പുറത്ത് എൻട്രി കൊണ്ടുവരാനും വർക്ക് എടുക്കാനും. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് അവരുടെ ഒരു സൈഡ് മാത്രം നോക്കി ഞാൻ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഇവരവിടെ ഏതെങ്കിലും കാലം റാങ്കും കയറി പിന്നാലെ ഇങ്ങനെ ഇഴഞ്ഞു വന്നേനെ. ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് കയറി ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരും അവർ വർക്ക് എടുത്തതും. നിങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ഈ റാങ്കിൽ ഇരിക്കില്ല, ഇത്ര ഇൻകം മേടിക്കില്ല. അറിയുന്നതല്ലേ നിങ്ങൾക്ക്? എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് ആക്കിയിട്ട് അവിടെ ആക്റ്റീവ് ആക്കിയിട്ട് കൊണ്ടുവന്ന ഈ ചിത്തപ്പേരിപ്പ് എനിക്ക് കേൾക്കണ്ടില്ലായിരുന്നു. പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ഓക്കെ, ഇനാക്റ്റീവ് ടീം, അപ്പുറത്തെ ടീമേ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇനാക്റ്റീവ് അല്ല, അവിടെ വൺ ആക്റ്റീവ് ആയിട്ടുള്ള ടീമായനെ. എന്നിട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പുറത്തേക്ക് വന്നുകൊണ്ട് അത് ഇനാക്റ്റീവ് ആയിപ്പോയി. അപ്പോൾ ആ ടീമിനും കുറ്റം, ചെയ്ത എനിക്കും കുറ്റം. നന്ദി, നன்றി. ഓക്കെ, ഇൻകം കിട്ടാതായപ്പോൾ
ഞാൻ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ വർക്കിനൊക്കെ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോലും അത് ചെയ്യരുത് എന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ടോൺ എന്താ, നിങ്ങൾ അവിടെ പറഞ്ഞ ടോൺ എന്താ, കേൾപ്പിച്ചരാം ഞാൻ. ഞാൻ സ്റ്റാറ്റസുകൾ സ്റ്റോറിയൊക്കെ എടുത്ത് കുറഞ്ഞു, കാര്യം മറ്റേത് കുറച്ച് കൂടുതലേക്ക് ഇടേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ലീഡറായിട്ട് നിൽക്കുന്ന ആ വ്യക്തിക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇങ്ങനെ പാടില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫിജിക്കാണ്ട് തന്നെ ഇടണം, കാരണം നിങ്ങൾ മറ്റേതൊക്കെ ചെയ്തോ, പക്ഷേ ഫിജിക്കാണ്ട് വിട്ട് കളയരുത്. നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല, നമുക്ക് ആ ഒരു പൈസയ്ക്ക് കുറച്ച് ആവശ്യം വന്നപ്പോൾ വേറെല്ലാം കൂടെ തിരിഞ്ഞു, നമ്മൾ കുറച്ച് തിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു സംഭവം വെച്ചിട്ട് ഡെയിലി ഫിജിക്കാരനെ അല്ല, അതായത് അതിന്റെ അകത്തുള്ള അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ നമ്മുടെ ടീമല്ലേ പോലും ബാക്കിയുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഡെയിലി ഉണ്ടാവില്ല. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ ഏത് രീതിയിലാണ് പറഞ്ഞത് ഞാൻ ഇവിടെ വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിച്ചു. ഇത് ആൾ ഡ്രസ്സിന്റെ ബിസിനസ്സും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ കൊടുത്ത റിപ്ലൈ നോക്കിയിട്ട് ചെയ്യുന്നതായാലും, കാരണം നമുക്ക് വൺ സൈഡ് മറ്റുള്ള പല ലീഡേഴ്സിന്റെ അവസ്ഥ എനിക്കറിയാം, രണ്ട് സൈഡ് നോക്കേണ്ട അവസ്ഥ. പക്ഷേ നമുക്ക് അങ്ങനെയില്ല, ഒരു സൈഡ് അത്രയും ഫസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്, മറ്റേ സൈഡ് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. പക്ഷേ നമ്മളെത്ര സ്ലോ ആവുന്ന ഓഫ് കോഴ്സ് അതിനനുസരിച്ച് ടീം സ്ലോ ആയിപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. എന്തായാലും മാക്സിമം നോക്ക്, അല്ലാതെ എനിക്ക് അറിയാം സിറ്റുവേഷൻസ് എന്താണെന്നുള്ള പറയാം, അതുകൊണ്ട് ഞാൻ ഓവർ നിർബന്ധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് വെച്ചോ, കാരണം നമ്മൾ എന്താ പറയുക, പയ്യെ നോക്കാം, അല്ലെങ്കിൽ പറ്റാവുന്ന പോലെ നോക്കാൻ വിചാരിക്കില്ലേ, അതൊന്നും ആത്മാർത്ഥമായിട്ട് ഒന്നും ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഇതിലൂടെ തന്നെ തെറ്റായി പോകാൻ പറ്റും. ഈ ഒന്നാലോചിച്ച് ഇപ്പോൾ ഡെലിവറി ടൈമിലാണെങ്കിൽ പോലും നല്ലൊരു ഇൻകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലേ, ഒരു വർഷം ആണെങ്കിൽ ആ ഒരു വർഷം തന്നെ നല്ലൊരു ഇൻകം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്രമിച്ച് നോക്ക്, ഉള്ള 5-6 ആൾക്കാരാണെങ്കിൽ അവരെ ചോദിക്കും പൊക്കാൻ പറ്റുമോ നോക്ക്. നീ മൊത്തം ഇട്ട് പോലും എനിക്കറിയാം, പക്ഷേ എന്നാൽ പോലും ഞാൻ പറയാം, നമ്മൾ സ്വയം അതിൻ്റെ എത്രയോ സ്വയം നമ്മുടെ ടീം ലീഡേഴ്സും മെമ്പേഴ്സും ഒക്കെ പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോൾ. അതുകൊണ്ട് പക്ക വിടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മാക്സിമം നോക്കുക, കാരണം ഇത്രയും റാങ്ക് പൊസിഷനിലൊക്കെ കയറിയിട്ട് വിട്ടു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നാലും ഞാൻ പറയാം. ഓക്കെ, മാക്സിമം നോക്കുക, നിങ്ങൾക്ക് സെറ്റാൻ പറ്റും. പെർഫോമൻസ് അല്ലേ, ഇതിൽ അക്ഷരനെ കുറിച്ച് കയറി കഴിഞ്ഞാൽ സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മാന്യമായിട്ട് സൗമ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇവരതൊക്കെ ഒരു കുറ്റമായിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുക, ദൈവമേ, ഇതിപ്പോൾ ഞാൻ ഏത് രീതിയിൽ അവരോട് പറഞ്ഞത് എന്നുള്ളത് അവർക്കും അറിയാം, ഈ പറഞ്ഞ എനിക്കും അറിയാം. പക്ഷെ അവർ പറഞ്ഞ രീതി ഞാനെന്തോ കുറ്റം ചെയ്ത മട്ടാണ്. പിന്നെ സ്റ്റാറ്റസ് ഇടാഞ്ഞാൽ ചോദ്യം ചെയ്യലാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ സോദരി വേറൊരു ലീഡറിന് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം. കോർ ടീമിലാണെങ്കിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് കിട്ടണോട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ടീമിൽ നമ്മൾ ലീഡേഴ്സ് ഒരു ഇതില്ലാണ്ട് പോയിട്ട് നമ്മൾ ലീഡേഴ്സ് ഒത്തിരിമയില്ലാണ്ട് പോയിട്ടൊരു കാര്യമില്ല. കാര്യം പിന്നെ താഴെ ആൾക്കാരും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, എന്തായാലും ടീം ഫുൾ ഡൗൺ ആയിട്ട് കിടക്കാനാണ്. അപ്പോൾ ആദ്യം പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ലെവലേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ മാമിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇരിക്കേണ്ട പറ്റുന്ന പോലെ നമ്മൾ ഒരു രീതിയിലും ടീം നോക്കുന്നില്ല എന്ന ലെവലിൽ അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ടീമിൽ കൊണ്ടുപോകാൻ മാക്സിമം നോക്കുക. അപ്പോൾ വീട്ടിൽ പ്രശ്നമാക്കി നോക്കാമല്ലോ. അപ്പോൾ കോർ ടീമിൽ ഒരു എന്താണെന്ന് പറയുക, ഒരു ഒത്തിരിമായിട്ട് പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ചിന്തിക്കുക, ഞാൻ ഒരു നാൾ ഞാൻ ഒരുപാട് വോയിസ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും വലിയ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ആക്റ്റീവായിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ മെമ്പേഴ്സ് ആക്റ്റീവാണെന്ന് വേണ്ട കാര്യമില്ല. അപ്പോൾ കോർ ടീം എങ്ങനെയെങ്കിലും മാമിൻ്റെ ഇടയ്ക്ക് നിലയ്ക്കാടി പോലും ഒരു വോയിസെങ്കിലും വരും. ഒരു രീതിയിൽ മാമിൻ്റെ ഒരു പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെങ്കിലും കോർ ടീമിലായിട്ട് വോയിസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ പലപ്പോഴെങ്കിലും ഇവിടെ എന്തെങ്കിലും കുറിച്ച് ഇടും കേട്ടോ. ഓക്കെ, അപ്പം ഇവർ ചെയ്തത് ചോദ്യം ചെയ്യലാണോ? ഇതെല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ സ്റ്റാറ്റസ് ഇടണോട്ടോ, വിട്ടുപോലെ സ്റ്റാറ്റസ് ഇടേണ്ടു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡേഴ്സ് തമ്മിൽ പറയുന്ന കാര്യം, പാർട്ട്നേഴ്സിനോടും ഒക്കെ പറയണം. കാരണം നമ്മൾ മെയിനായിട്ട് ഓൺലൈനായിട്ടാണ് വർക്ക് എടുക്കുന്നത്. ഫിസിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാറ്റസും അതും കൂടെ ചെയ്തില്ലേ നമ്മൾ എന്താ ചെയ്യണത്? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവായി നിന്ന സമയത്ത് ഇപ്പോഴത്തെ കാര്യം ഞാൻ ആരോടും ഞാൻ ഒന്നും പറയാറില്ല. കാരണം ഈ ഒരു വീഡിയോ ഈ വീഡിയോ അല്ല, ഇതിൻ്റെ മുമ്പ് 5-6 മാസം മുമ്പ് ഈ ഒരു വ്യക്തി ഇട്ടതിന് ശേഷം ഞാൻ ഒരാളോടും സ്റ്റാറ്റസ് ഇട്ടോ വർക്ക് എടുക്കട്ടോ എന്ന് ഞാൻ പറയാറില്ല. ഞാനെന്ന ലീഡർ ഒരാളുടെ മേൽ പ്രഷർ കൊടുത്തുന്ന ഒരാൾ പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലി നല്ലപോലെ ഹേർട്ട് ആയതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഞാനൊരു ലീഡറിനെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നു പറയാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനോ ഞാൻ പോയിട്ടില്ല. കാരണം ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് വർക്ക് എടുത്ത് വന്ന ടീമാണ് ഞങ്ങളുടേത്. ഈ സോദരി അടക്കം, സോദരിക്ക് വരെ അറിയാം, അത്രയും എഫേർട്ട് എടുത്ത് അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും കൂടി നിന്ന് സെറ്റ് ചെയ്തെടുത്തൊരു ടീം പാടേ നശിച്ച് പോട്ടേന്ന് വെച്ചിട്ട് ഒരു 6 months മുമ്പേ ഒരു വീഡിയോ ചെയ്തു. അതിലാണ് ആക്ച്വലി ഞങ്ങളുടെ ടീമിന്റെ താളം തെറ്റി തുടങ്ങിയത്. എത്രയൊക്കെ ടീമാണ് ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യന്മാരാണ്. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ഇൻജക്ട് ചെയ്ത് തരുമ്പോൾ അവർ തരുന്ന പ്രഷറാണ്, അവർ നിങ്ങളോട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നപ്പം ഏതൊക്കെയോ വ്യക്തികൾക്ക് നമ്മുടെ ടീമിൽ നന്നായി വർക്ക് എടുത്ത് വന്ന വ്യക്തികൾക്ക് പോലും ശരിയാണല്ലോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടല്ലോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ട് ഇതിന്ന് പിന്നോട്ട് നിന്ന് പല എന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികൾ അങ്ങനെ വേണം പറയാൻ. ടീമിൽ ഒരുപാട് വ്യക്തികൾ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, അതായത് ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ പരിപാടി നിർത്തി. ആക്റ്റീവായിട്ട് നിന്ന നല്ല ലീഡേഴ്സ് നന്നായിട്ട് സെറ്റ് ആവണം, ലൈഫ് സെറ്റ് ആവണം എന്ന് ആഗ്രഹിച്ചൊന്നും ഒരുപാട് ലീഡേഴ്സ് ഇത് വേണ്ടാന്ന് വെച്ചു. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ ടീമിന്റെ സ്ട്രെങ്ത് പോയത്. അല്ലാതെ ഒരിക്കലും ഒരു വേറൊരു പേഴ്സന്റെയും ഒരു പേഴ്സണൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നല്ല ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്രശ്നത്തിന് കാരണം. ഈ ഒരു വ്യക്തിന്റെ വീഡിയോയിലൂടെയാണ് ഞങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ടീം തന്നെയാണ്. അത് തന്നെയായിരിക്കും ആളുടെ ഉദ്ദേശം. കാരണം വെച്ചാൽ ആൾക്കൊന്നും നടക്കില്ല, പിന്നെ ആർക്കും നടക്കണം. അതുകൊണ്ടാണ് ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടത്. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ആൾ ഉദ്ദേശിക്കുന്നത്, ആ ടീം തന്നെ നശിച്ചു പോകണമെന്നാണ്. ആ ടീമിൽ ഞാനല്ലാത്തൊരു എന്നോടാണ് പേഴ്സണലി ഒരു ഇഷ്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്നെ മാത്രം പറയണമായിരുന്നു. ആ ടീമിനെ മൊത്തത്തിൽ പറയുമ്പോൾ അതിൽ ഇതൊരു ഉപജീവനമാർഗമാക്കി നടക്കുന്ന ഒരുപാട് വ്യക്തികൾ അതിലുണ്ടായിരുന്നു. എന്തൊക്കെയോ ആവണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു.
അവരുടെയൊക്കെയും എന്താ പറയുക കഞ്ഞിയിൽ മണ്ണള്ളി പോടുക എന്ന് പറയുന്ന പോലെ ആള് സ്റ്റാറ്റസ് ഇട്ടത് എന്നെ മാത്രം ഇതാ ഈ ലീഡറിന് അണ്ടർലി പോലെ അല്ലെ ഈ ലീഡർ എന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഈ ടീമിലേക്ക് ജോയിൻ ചെയ്തതിന് ഒന്ന് ചിന്തിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ വ്യക്തിയുമായിട്ട് ബന്ധമില്ലാത്ത ലീഡേഴ്സിന്റെ പോസ്റ്റേഴ്സ് പോലും, അതായത് എൻ്റെ ടീമിലുള്ള ഈ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധം, അതായത് ഒരു ചാനൽസ് ഉണ്ടാവുമല്ലോ, ഈ വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ലീഡേഴ്സിന്റെ പിക്ക് പോലും ഹൈലൈറ്റ് ചെയ്തിട്ടിട്ട് ഇവരുടെയൊക്കെ ടീമിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക മെസ്സേജും കൂടെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള ദേഷ്യമാണോ ആ ടീം മൊത്തം നശിച്ചു പോട്ടെ എന്നുള്ളതാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ പല രീതിയിൽ ഞങ്ങളുടെ ടീമിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെന്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയതും, അതുപോലെ എനിക്കാണെങ്കിൽ ഇപ്പോൾ അവർ വർക്ക് എടുക്കാതിരിക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി കോൺഫിഡൻ്റ് ആയിട്ടാ നീ ചെയ്യുമെന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ പ്രഷർ കൊടുത്തു എന്നൊരാൾക്ക് തോന്നരുത് എന്നുള്ളത്. കാരണം ഞാൻ ഇത്രയും കാലം അങ്ങനെയല്ല കണ്ടത്. ഞാൻ എൻ്റെ ടീമിലുള്ളവർക്ക് എല്ലാവർക്കും ഇൻകം കിട്ടണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് വർക്ക് എടുത്തൊരു വ്യക്തിയാണ്. പല ലീഡേഴ്സിനും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൈസ കിട്ടി കഴിഞ്ഞിട്ട് ഓരോ വഴിക്ക് പോയിട്ട് പണിയെടുക്കാതെ നീ എടുക്കുന്ന പറഞ്ഞൊരു ഒരു സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരുണ്ടായേക്കാം, എനിക്കറിയില്ല, ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് 100% അറിയാം. ഇന്നും പലരും ഇത് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടും അവരുടെ ടീമിലുള്ള ഏതൊരു വ്യക്തി വിളിച്ചാലും അവർക്ക് റിപ്ലൈ കൊടുക്കാനും അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാനും ഞാൻ നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കിയിട്ട് എനിക്കങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻകം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയതൊന്നുമല്ല. ഇവരുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ വർക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് എനിക്ക് അയച്ചത്. മറ്റേ വ്യക്തിനെ വോയിസിൽ കുടുംബക്കാരെ പറയുന്നത് നല്ല കുടുംബത്തിൽ പറക്കണം നാണമുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചത് വീഡിയോ വോയിസ് അയച്ചില്ലേ നിങ്ങൾ? അത് നിങ്ങളാണ് എനിക്ക് അയച്ചു തരുന്നത്, ഗ്രൂപ്പിലിട്ടത്. അതുപോലെ തന്നെ മറ്റേ വ്യക്തിനെ തെറി പറഞ്ഞില്ലേ, അതും നിങ്ങളാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് എനിക്ക് അയച്ചു തരുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ തന്നെ എനിക്ക് തെളിവ് കൊണ്ട് തന്നത്. അത് ഞാൻ എവിടെയും പോയിട്ട് 7 മാസം കൊണ്ട് കണ്ടുപിടിച്ച തെളിവുകളൊന്നും അല്ല കേട്ടോ. അത് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എടുത്ത് നോക്കാം. ഓക്കെ, ഇനി വീഡിയോയിൽ പറയുന്നത് ചെയ്ത വ്യക്തികളോ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മോശമായി സംസാരിച്ചിട്ടില്ല. യെസ്, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. സോദരിക്ക് എന്തറിയാം? സോദരിക്ക് പല കാര്യങ്ങളും അറിയില്ല. അടുത്തിരിക്കുന്ന ഹസ്ബൻഡ് തന്നെ എനിക്ക് അയച്ച വോയിസ് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, അതൊന്ന് കേട്ടു നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറഞ്ഞിട്ടെ, ആസ് എ ഫ്രണ്ട് ഞാൻ പറയുകയാണ്. അതായത് നമ്മളുണ്ടല്ലോ ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നത് പല്ലവിയാണല്ലോ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഞാനാണ്. അവിടെ ചെയ്യുന്ന ഇങ്ങനെ ഓരോ ലീഡേഴ്സ് നമ്മൾ ആരും ഹസ്ബൻഡിനെ കണക്ട് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, എനിക്കതൊരു പ്രോബ്ലം അല്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നത് പല്ലവിക്ക് പറയാം, അവൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അവൾ പറയുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആയതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് വോയിസ് ചെയ്യിപ്പിക്കുക അങ്ങനെ പരിപാടി ഇല്ല. അപ്പം ആസ് എ ഫ്രണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം പല്ലവിക്ക് എന്താ പറയണ്ടേ പല്ലവിക്ക് പറയാം, അതൊരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞിട്ടില്ലേ ഹസ്ബൻഡ്സിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല, ആരും ചെയ്യിക്കുന്നില്ല എന്നുള്ളത്. അത് അവരുടെ കാര്യം, എനിക്ക് തരേണ്ട കാര്യമില്ല. ഇവളുടെ ഫോണിൽ വന്ന വോയിസ് ഞാൻ കേട്ടു, ഞാൻ റിപ്ലൈ കൊടുത്തു. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഒരാൾ അറിയുന്നില്ല. ഞാനിപ്പോൾ ചാറ്റ് കൊണ്ട് ഡീറ്റെയിൽ പറയുമ്പോൾ എന്താണ് സംസാരിച്ചതെന്ന് അവൾ അറിയത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ വോയിസ് മുഴുവൻ ദൃശ്യം എടുത്ത് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് അവൾ അറിയത്തുള്ളൂ ഇങ്ങനെ ടോക്ക് ഉണ്ടായെന്നുള്ളത്. ഈ പറയുന്ന സോദരി എന്ത് ഉറപ്പിന്റെ മുകളിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയില്ല, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ മോശപ്പെട്ട ഒരാളല്ല എന്ന് പറയുന്നത്? ഹസ്ബൻഡ് നിങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ ഹസ്ബൻഡ് മോശമായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞത് ഒരു പ്രാവശ്യം? അയ്യോ ആളങ്ങനെ പറഞ്ഞതിലൊന്നും വിചാരിക്കരുത് കേട്ടോ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം സ്ത്രീകളോട് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോറി വരേണ്ട ആവശ്യം വരുമായിരുന്നോ? ഇല്ലല്ലോ. സോദരി എനിക്ക് അയച്ച മെസ്സേജാണിത്, ആളുടെ ഹസ്ബൻഡ് പറഞ്ഞതിൽ സോറി പറഞ്ഞുകൊണ്ട്. ആൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടും മോശമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഒരിക്കലും സോറി പറയേണ്ട ആവശ്യമില്ല സോദരിക്ക്. ആളെന്തെങ്കിലും പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ എടുക്കണ്ട എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ആക്ച്വലി എനിക്ക് ഇവരുടെ ഹസ്ബൻഡിന് റിപ്ലൈ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എൻ്റെ ബിസിനസ്സിൽ ആഡ് ആയിട്ടുള്ളത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തി എന്നിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അവർ ഹസ്ബൻഡ് പറഞ്ഞത് സോറിയൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ ഇപ്പോൾ ഒന്നും പറയാതെ ഒരാൾ സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളുടെ ഹസ്ബൻഡ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ID ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ ആ സമയത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കള്ളത്തിലാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല, ഇത് എത്രയോ മുന്നത്തെ ചാറ്റാണ്. ഓക്കെ, സോറി പറഞ്ഞത്. നിങ്ങൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷവും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാൻ വന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്തില്ലേ, അപ്പോഴാണ് നിങ്ങൾ വിളിച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് നീയാന്ന് കരുതി ഞാൻ വിളിച്ചപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് പലപ്പോഴും നിങ്ങളാന്ന് കരുതി ആര് മെസ്സേജ് അയച്ചാലും നിങ്ങളുടെ ഈ ഹസ്ബൻഡിനെ സംസാരിക്കാണ്ടാവും. എന്നിട്ട് എല്ലാവരുടെ അടുത്തും മോശമായിട്ട് സംസാരിക്കാം. എന്നിട്ട് അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഹസ്ബൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എവിടെയും പറഞ്ഞില്ലല്ലോ, നിന്റെ വീഡിയോയുടെ അടുത്താണ് ഞാൻ വന്ന് കയറി തന്നേനെന്ന് നിങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല എന്ന് എവിടെയും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഒന്നും മോശമല്ല, ഇത് മോശമല്ലേ? വഴി കൂടെ പോണ ഏതെങ്കിലും ആണുങ്ങൾ നിങ്ങളടുത്ത് വന്നിട്ട് നിന്റെ വീടിന്റെ അടുത്താണ് ഞാൻ വന്ന് കയറി തന്നേനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കേട്ടിരിക്കും, ഞാൻ കേട്ടിരിക്കില്ല. ഞാൻ അങ്ങനെ സ്പേസ് ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ബിസിനസ് നമ്മൾ തമ്മിലാണ്. നിങ്ങൾ ഹസ്ബൻഡ് ആയിട്ട് ജോയിൻ ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും എനിക്കറിയണ്ട, അത് നിങ്ങളെ ടീമിന്റെ കാര്യമാണ്. ലീഡേഴ്സ്, എൻ്റെ ലീഡർ എന്ന് പറയുന്നത് നീയാണ്, നിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള പ്രോബ്ലത്തിന് നമ്മളാണ് സംസാരിക്കേണ്ടത്. എപ്പോഴും നിങ്ങളടുത്ത് കാര്യം പറയാൻ വിളിച്ചാൽ നിങ്ങൾ ഹസ്ബൻഡിനായിരിക്കും പറയാനുണ്ടാവുക. എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ പറയും, അവർക്ക് പറയാനുള്ള തന്നെ ഞാനും പറയുന്നത്, എൻ്റെ വോയിസ് ആണേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്
ഇതൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഡീലല്ല, അല്ല എൻ്റെ കെട്ടിയവനെ കൊണ്ടല്ല ഞാൻ പറയിക്കാറ്. ഇതെൻ്റെ ചാറ്റല്ല, ഇത് വേറൊരാളുടെ ചാറ്റാണ്. അവർ പറഞ്ഞതാണ്, എനിക്ക് ഇവരോടേ പറയാനുള്ളൂ, നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ആൾ കൊടുക്കുന്ന റിപ്ലൈ ആണിത്. എന്ത് പറഞ്ഞാലും എൻ്റെ വൈഫിൻ്റെ പ്രോബ്ലത്തിൽ ഞാൻ ഇടപെടും, ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും. പുലർച്ചെ 1:27 ഒരു ടീമിലെ ഒരു ലീഡർ, അതൊരു സ്ത്രീക്ക് ഇവർ മെസ്സേജ് അയക്കുന്നത്. എന്നെ നട്ടപ്പാതിരയ്ക്ക് വിളിക്കാൻ കാരണം ഞാൻ ഇപ്പം തന്നെ റിപ്ലൈ തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റേഞ്ച് ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ ഏതോ മലമൂട്ട് പോയി റേഞ്ച് ഉണ്ടാക്കി എന്നെ വിളിച്ച കഥയൊക്കെ ഘോരം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ചുമ്മാ കയറി അങ്ങ് തള്ളരുത്. ഞാൻ ഇപ്പം തന്നെ റിപ്ലൈ തരണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി നിങ്ങൾ അങ്ങോട്ടല്ല മെസ്സേജ്, നിങ്ങൾ ഇങ്ങോട്ടാണ്. പുലർച്ചയ്ക്ക് 1:30 പോയിട്ട് ഒരു സ്ത്രീക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം ബോധമല്ലായിരുന്നോ? നിങ്ങൾക്ക് എല്ലാം നന്നായി അറിയുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങൾ അയച്ച വോയിസ്, നിങ്ങൾ അവിടെ കേൾപ്പിച്ച വോയിസ് ഞാൻ പറഞ്ഞ കാര്യമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾ വർക്ക് നിർത്തുന്നതിന് മുമ്പേ പറഞ്ഞ വോയിസ് ആണത്. വർക്കൊക്കെ നിർത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം ഒരു പ്രോബ്ലം ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന വ്യക്തിനടുത്ത് മോശമായിട്ട് സംസാരിച്ചത്. അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ദൈവത്താണ് ഞാനൊരു ഓഡിയോയും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങളെല്ലാം സേവ് ചെയ്യുന്ന ആൾക്കാരല്ല, അതും സേവ് ചെയ്തിട്ടുണ്ടാവില്ല, അത് കേൾപ്പിക്കും. കയർത്ത് സംസാരിക്കുന്നത് മോശമല്ലാത്ത കാര്യത്തിന് എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞേ? നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞില്ലേ? ആൾ പറഞ്ഞതൊന്നും കരുതരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞില്ലേ, നീ ഹസ്ബൻഡിനെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് മോശമാണെന്ന്. ഞാൻ സംസാരിക്കുന്നതല്ല ആൾ സ്വന്തമായിട്ട് വിളിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞില്ലേ. എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ അവരെ കൊണ്ടുപോയി ഇൻവോൾവ് ചെയ്യിക്കുന്നത്? നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഡീൽ ചെയ്താൽ പോരെ? നിങ്ങൾക്ക് പറയാനുള്ള ആൾക്കാരല്ലേ ഇപ്പുറത്തുള്ളൂ, അല്ലേ? നമ്മളല്ലേ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ കയർത്ത് സംസാരിക്കാനേ മോശമല്ല എന്ന് പറയുന്നത്. എൻ്റെ കെട്ടിയവൻ എൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കാൻ എനിക്ക് കുഴപ്പമില്ല, കണ്ടവൻ എൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കാൻ എനിക്ക് കുഴപ്പമാണ്. ഓക്കെ, നിങ്ങൾക്ക് അതില്ലായിരിക്കും. ആ സ്ക്രീൻഷോട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ടീമിൻ്റെ കാര്യം നിങ്ങൾ ആ ടീമിനെ മൊത്തത്തിൽ അടക്കിയാണ് പറഞ്ഞത്. ആ ടീമിൽ അങ്ങനെ, പിന്നെ ആ ടീമിൽ ലീഡർഷിപ്പ് ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ. അപ്പം നിങ്ങളോ ആസ് എ ലീഡർ നിങ്ങൾ മാന്യമായിട്ടാണോ നിങ്ങളുടെ ലീഡറുടെ അടുത്ത് സംസാരിച്ചത്? അതന്നെ ഞാനവിടെ കാണിച്ചിട്ടുള്ളൂ. ഒരു ടീമിനെയും ഒരാൾക്കാരെയൊക്കെ കുറ്റം പറയുമ്പോൾ, ഒരാളെയൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ചെയ്തെന്താണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ കാണിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ എത്തരം സംസാരം ആണ് സംസാരിക്കുന്നത് നാട്ടുകാർ അറിഞ്ഞത്, അല്ലേ? ഞാൻ എല്ലാം മിണ്ടാണ്ടിരിക്കണോ? എൻ്റെ അടുത്തുള്ളതൊക്കെ വെച്ച് അയ്യോ അങ്ങനെ ഞാൻ അവരുടെ കാര്യത്തിൽ ഇവിടെ പറയരുത് വെച്ചാൽ മിണ്ടാണ്ടിരിക്കണോ? അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പേര് സഹിതം, ഞാൻ എവിടെയും ഇവരെ മോശമാവുന്ന രീതിയിൽ ഒരാളുടെ വോയിസ് പോലും ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓഡിയോ ചേഞ്ച് വരുത്തിയിട്ട് അവരുടെ സൗണ്ട് അല്ലാത്ത രീതിയിലാണ് ഞാൻ ഇട്ടത്. കാരണം ആർക്കും ഒരു പ്രശ്നം വരരുത് വെച്ചിട്ട്. ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ചെയ്തതോ തികച്ചും പേഴ്സണലായിട്ട് നല്ല ഗുഡ് ഫ്രണ്ടായിട്ട് നമ്മൾ ഇരുന്ന സമയത്ത്, ക്ലോസ് ആയിട്ടിരുന്ന സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യത്തിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നിങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മാത്രം. ഓപ്പോസിറ്റ് നിങ്ങളും പറഞ്ഞല്ലോ, ഓഹോ ആണോട്ടാ അവരങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊന്നും എന്താ കേൾപ്പിക്കാഞ്ഞേ? നമ്മൾ അത്രയും ക്ലോസ് ഒരു ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ ആ വാല്യൂ ഇല്ല. ഓക്കെ, ഒരു ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും, നിങ്ങളൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങോട്ടോട്ട് സംസാരിക്കുന്ന സംസാരമാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിൽ എൻ്റെ വോയിസ് മാത്രം കേൾപ്പിച്ച്, മറ്റൊരാളെ പറ്റി ഞാൻ പറയുന്ന വോയിസ് മാത്രം കേൾപ്പിച്ചിട്ട് ആൾ പറയണ ഒക്കെ ഒന്നുമില്ല, അവിടെ ഒന്നും അറിയാത്ത മീൻസ് ആൾ പാവം, ആളൊന്നും പറഞ്ഞില്ല, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേടാ, ആരെയും പറ്റി അങ്ങനെ പറയല്ലേന്ന് പറഞ്ഞ ആളൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കിൻ്റെ ഇടയിൽ. അതെടുത്ത് വെച്ചിട്ട് ഇവിടെ ഒരു ആയുധമാക്കി ആൾ ഉപയോഗിച്ചു, എന്നെ മോശമാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ എവിടെയും മറ്റുള്ളവരുടെ ഹസ്ബൻഡ് ഒക്കെ മോശമാണ്, എൻ്റെ ഹസ്ബൻഡ് വളരെ നല്ലതാണെന്നല്ല പറഞ്ഞത്. ആ വോയിസിൽ ഫുള്ളായിട്ടുള്ളതിൽ ഉണ്ട് അവിടെ ഞാൻ വേറൊരാളുടെ ഹസ്ബൻഡിനെ പറ്റി നല്ലത് പറയുന്നുണ്ട്. അത് അവർ കേൾപ്പിച്ചിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? എടാ ഈ വർക്കിലൊക്കെ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ്. അത് കിട്ടാതെ ഒരുപാട് പേര് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ആസ് എ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ മറ്റു പലർക്കും മറ്റു പല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു, അല്ലാതെ ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തിടാൻ ഉദ്ദേശിക്കില്ല. കാരണം എനിക്ക് മൂന്നാമതൊരാൾ ഹേർട്ടാവുന്നത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിവൃത്തികളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ കാര്യം ഇത്രയ്ക്കും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അതും അവരുടെ പേരടക്കം വന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് എന്നെ പറ കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണൽ, വളരെ പേഴ്സണൽ, നിങ്ങളെ ക്ലോസ് ഫാമിലിക്ക് പോലും അറിയാത്ത രഹസ്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയട്ടെ ഇവിടെ. ഒരാളുടെ പേഴ്സണൽ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? അതിന് തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. കാണിക്കണോ ഞാൻ നിങ്ങളത്ര ചീപ്പല്ല. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ നിങ്ങളോടുള്ള ഒരു ദേഷ്യത്തിന് പുറത്ത് കൊണ്ടേ കാണിക്കാം. പക്ഷേ ഒരാളുടെ പേഴ്സണൽ ലൈഫ്, ഞാനും ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം ഒരാളുടെ പേഴ്സണൽ ലൈഫ് എഫക്റ്റ് ആവുന്ന ഒരു കാര്യം ഞാൻ പറയേണ്ടെന്ന് വെച്ചില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ അതും പറയും. കാരണം ഇനി എനിക്ക് നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. വായി തോന്നുന്നത് എന്തും വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിട്ട് പോവുക. നിങ്ങൾ ഭീഷണിക്ക് ഞാൻ വഴങ്ങുമെന്ന് വിചാരിക്കുന്നത്? നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ വീട്ടിൽ അത്രയും ക്ലോസ് ആയിട്ട് ആർക്കും അറിയാത്ത കാര്യങ്ങൾ വരെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്നെ ക്ലോസ് ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്തതോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോർമൽ ടോക്കിനിടയ്ക്ക് വന്ന ഒരു ടോക്ക് എടുത്തു വെച്ച് ഞാൻ എല്ലാവരും ഹസ്ബൻഡിനെ കുറിച്ചും മോശമായിട്ട് പറയുന്നു എന്നുള്ള രീതി ചിത്രീകരിച്ചു. ഞാൻ അവിടെ തന്നെ നല്ല ഒരാളുടെ ഹസ്ബൻഡിനെ കുറിച്ച് നല്ലത് പറയേണ്ടായിരുന്നില്ല. എന്താ നിങ്ങൾ കേൾപ്പിക്കാഞ്ഞത്?
അവർക്കൊക്കെ സുഖാടാ. അവർ ഇപ്പം എൻ്റെ മോന് എൻ്റെ അല്ലു വൈശാഖിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ തന്നെയാണ് അവിടെ മോള് അവരുടെ ഹസ്ബൻഡ് വയ്യാതെ നടക്കുന്നത്. കുട്ടികളുടെ കാര്യമൊക്കെ കൂടുതൽ ഹസ്ബൻഡ്സൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കും കുറച്ചൊരു ടൈം കിട്ടും വർക്ക് എടുക്കാനും ഒക്കെ എന്നുള്ള രീതിക്കാണ് അവിടെ സംസാരം ഉണ്ടായത്. അതിൻ്റെ ഒരു കുഞ്ഞു പോഷൻ മാത്രം കേൾപ്പിച്ചിട്ട് കണ്ടോ ഇവരിതാ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹേ, നിങ്ങൾ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ മോശം തന്നെ പറയുള്ളൂ. അതിനുള്ള തെളിവും എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, കാരണം അത്രയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ കൊടുക്കാത്ത ഒരാളാണ്. അതെനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് തെറ്റ്. നമ്മളിപ്പോൾ നോർമലി നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ നമ്മളെന്തെങ്കിലും കേൾക്കുമ്പോൾ അവിടെ പോയി പറയില്ലടാ നമ്മൾ അതാ അങ്ങനെയല്ലേ നമുക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ടോക്കിനിടയിൽ നമ്മുടെ വർക്ക് ഹസ്ബൻഡ്സിനെ സപ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുന്ന ഒരു ടോക്കിനിടയിലുള്ള ടോക്കാണത്. അതുവരെ നിങ്ങൾ ആ രീതിയിൽ മിസ്യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും പറയല്ലോ. പക്ഷേ ഞാൻ നിങ്ങൾ അത്ര തരം താഴത്തുകൊണ്ട് മാത്രം ആ കാര്യം പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി എന്തോരം പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്യില്ല, കാരണം ഞാൻ നിങ്ങളത്ര ചീപ്പല്ല. ഓക്കെ, ആ വ്യക്തി, അതായത് നിങ്ങൾ തെറി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, അവരും തിരിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാനത് പറഞ്ഞില്ല. നിങ്ങൾ ആ വീഡിയോ വ്യക്തമായിട്ട് പോയി കാണൂ. അതിൽ ഞാൻ അയക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ട് അവരിങ്ങോട്ടും നിങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അവിടെ പറയുന്നുണ്ടല്ലോ. രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിനെ എനിക്കെതിരെ വലിച്ചിടേണ്ടതോ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ വലിച്ചിടേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, പിന്നെ ആ വ്യക്തി ഇതിന്റെ പേരിൽ ഇനി എന്നെ വിളിക്കാൻ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രോ മെസ്സേജ് അയക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് ആവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ രണ്ട് കൂട്ടരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ മദർ തെരേസ ആവണ്ടല്ലോ, അതുകൊണ്ടാ. അതായത് നിങ്ങളടുത്ത് ഇങ്ങോട്ട് സംസാരിക്കും. നിങ്ങളടുത്ത് എന്താ അവരിങ്ങോട്ട് പറഞ്ഞത്, ഇനി മേലെ എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കേണ്ട എന്നേ പറഞ്ഞുള്ളൂ. അതിന് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പറയായിരുന്നു? നീ പോയി ചാവടി, വെറുതെ അല്ല ഒരേ റാങ്കിൽ കാലങ്ങളായിട്ട് ഇരിക്കുന്നതെന്ന് വരെ പറഞ്ഞു. ഒരാളെ ഇത്രയ്ക്കും എന്താ പറയാ, എനിക്കറിയില്ല. എൻ്റെ ടീമിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, കുറേ കാലങ്ങൾ കൂടിയിട്ട് റാങ്ക് കയറിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരെ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. ഓക്കെ, അതുവരെ ഇത്തോതിൽ പറഞ്ഞിട്ട് നീ പോയി ചാകടി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയില്ല. അത്രത്തോളം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മദർ തെരേസ ആവാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പേഴ്സണലി. ഓക്കെ, രണ്ട് കൂട്ടരും പറഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണും. രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് അവിടെ എൻ്റെ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛനെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വിളിച്ചതാ. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അച്ഛനെ വിളിച്ചാൽ കളിക്കാറെന്ന്. പിന്നെ അതുപോലെ തന്നെ അത് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കാണുന്നവർക്കൊരു വിവരമില്ലേ, അവർ പറയുന്നില്ല എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന്. പക്ഷെ കുറച്ച് പേർക്ക് വിവരമുണ്ട്. എന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ആ വീഡിയോ കണ്ട് അവർ ഫേക്കാ നന്നായി മനസ്സിലായി. അവർ അപ്പം തന്നെ ഓക്കെ ഒന്നുമില്ല, വെറുതെ ഒരാളെ ടോക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയുന്നില്ല. പിന്നെ അവർ പറഞ്ഞു ലീഡേഴ്സ് ആക്റ്റീവ് ആവാത്ത ലീഡേഴ്സിനെ വിളിച്ചു നോക്കാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കേ ഒന്നും ചെയ്യില്ല, എന്നിട്ട് ഞാൻ നല്ല പിള്ളയാവുന്നു. ആ വ്യക്തിയോട് അതായത് വിളിച്ചു നോക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവർക്ക് പ്രഷർ കൊടുക്കും. പ്രഷർ എന്നല്ല അത്, ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ വിളിച്ചു നോക്കട്ടോ. ഞാൻ വിളിച്ചു നോക്കാതെ ഇല്ല, നിങ്ങളത് പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല. ഞാൻ അവരെ എപ്പോഴും വിളിച്ചു നോക്കാറുണ്ട്. മെസ്സേജ് അയക്കാൻ ഇടാ, റിപ്ലൈ താ, നീ എന്ത് പറ്റി, എന്താണ് കാര്യം, എന്താണെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് പറ്റുപോലെ ചെയ്യാൻ. ഇനി എനിക്ക് റിപ്ലൈ തരാൻ മടിയുള്ളതാണോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സഹോദരിനോട് പറഞ്ഞത്, സഹോദരി നീയും കൂടെ വിളിച്ചു നോക്കുന്നത്. അത് എന്നിട്ട് പോലും ആ കുട്ടിയുടെ അടുത്ത്, ആ ലീഡറിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞ എന്താ പറയുക, എടാ എൻ്റെ അടുത്ത് പറ്റിയ പറ്റാണ്, ഞാനാണ് അവളോട് പറഞ്ഞത് നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ എൻ്റെ മേൽ കുറ്റം പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് പറയൂ എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് കാര്യം അറിയാതെ. വിളിച്ചാലൊന്നും എടുക്കാൻ കേട്ടോ എന്ന് ഈ സഹോദരി ആ ലീഡറിനെ അയച്ചപ്പം ആ ലീഡർ എന്നെ ഇനി വിളിക്കാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തു. അതിന് ഞാൻ ആൾക്ക് ആ ലീഡറിനെ അയച്ച മെസ്സേജാണ്, എന്ത് പറ്റി, എന്താ അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ, ആൾ നിന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തതല്ലേ, ടീമിൻ്റെ അവസ്ഥ കണ്ട് മെസ്സേജ് അയക്കുന്നതാ ലീഡേഴ്സ്, അവൾക്കിപ്പോൾ നിന്നെ തന്നെ ഫോക്കസ് ചെയ്യണം എന്നൊന്നുമില്ല, വേറെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവരെ സെറ്റാക്കിയാലും മതി. ബട്ട് അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും കാലം, അങ്ങനെയും ടീമിൽ നിന്നെ സപ്പോർട്ടാക്കിയതല്ലേ നിനക്ക് ബോത്ത് സൈഡ്. നീ ആലോചിച്ച് നോക്ക്, നീ ടോട്ടൽ എത്ര വർക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എത്ര റാങ്ക് കയറുന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അയച്ച വോയിസ് പോലും നീ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ അവൾക്ക് വോയിസ് അയച്ചിട്ടുണ്ടെന്ന്. നമ്മൾ പിന്നെന്താ പറയുക, ഒന്ന് ആലോചിച്ച് നോക്കിയ ലീഡർ അല്ലേ അവൾ, അറ്റ്ലീസ്റ്റ് അവളോട് സംസാരിക്കുമ്പോൾ മിനിമം റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒരിക്കലും അവിടെ പോയിട്ട് അയ്യോടാ അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഭാഗം നിൽക്കാനല്ല, രണ്ട് പേർക്കും നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. രണ്ട് തലയും പോയി കത്തിച്ചിട്ട് അടി ഉണ്ടാക്കാനാണെങ്കിൽ ഈസി ആയി പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഞാനതല്ല ചെയ്തത്. ഒരിക്കലും നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നമ്മുടെ ടീമിൽ തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ പറയുന്നവർ ചിന്തിക്കേണ്ടേ, ഓപ്പോസിറ്റ് ഉള്ളവർക്കും ഹേർട്ട് ആകുമെന്ന് എന്നൊക്കെയാണ് ഞാൻ ആ ലീഡറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞതും ശരിയാണ് മാം, സോറി മാം, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് ആ ലീഡർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാമിനോട് പറയൂ കേട്ടോ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഹെൽപ്പ് ചെയ്യാൻ.
അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ലീഡറിനെ കൂളാക്കി വിട്ട് ഈ സോദരീൻ്റെ അടുത്ത് പോയി സോറി പറയൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഈ ലീഡർ എനിക്ക് പിന്നീട് അയക്കുന്ന മെസ്സേജാണ്, ദിശ മാം ഇതെന്താ സംഭവം, ഞാൻ എന്താ ചെയ്യേണ്ടത്, മാം തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വായി തോന്നുന്ന മുഴുവൻ ഇവർക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മെസ്സേജ് എനിക്ക് അയച്ചു തരുന്നത്. ഒരു ബന്ധമില്ലാതെ ഇവർ രണ്ടുപേരും എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ടീമിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നടന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും മോശമായിട്ട് ഇവർ സംസാരിച്ചപ്പോഴും ഞാൻ ഇവരെ കുറ്റം പറഞ്ഞോ അവരെ കുറ്റം പറഞ്ഞോട്ടല്ല, രണ്ട് പേർക്കും ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്, മോശമായിട്ടുള്ള കാര്യമാണെന്ന്. എൻ്റെ അമ്മേ, ഞാൻ എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ ചാറ്റ് ചെയ്ത് നിർത്ത്. നീ അവരുടെ മെസ്സേജ് അയക്കേണ്ട, അവർ നിന്റെ മെസ്സേജ് അയക്കേണ്ടത്. എന്താ ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കണേ? എടാ ഇങ്ങനെ പരസ്പരം സംസാരിക്കല്ല. നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഏതാണെന്ന് നോക്കണ്ടേ? പൊസിഷൻ ഒക്കെ വീട്, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ രണ്ടുപേർക്കും ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? അവിടെ എനിക്ക് മനസ്സിലാവേണ്ടല്ല. അവള് നീ അയച്ചതൊക്കെ എനിക്ക് അയച്ചിരുന്നത്, നീ അവൾ അയച്ചതൊക്കെ എനിക്ക് അയച്ചത്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും അയച്ചത്. നിങ്ങൾ ആ ചാറ്റ് നിർത്ത്, ഒന്ന് കൂളാവും രണ്ടുപേരും. എടാ നിങ്ങൾ രണ്ടുപേരും തൽക്കാലം ഈ ടോക്ക് നിർത്ത്, മനസ്സിലായി? നിങ്ങൾ സംസാരിച്ച് പോകുന്നതിന് മുകളിലേക്ക് രണ്ടുപേരും ദേഷ്യത്തിൽ അങ്ങോട്ട് സംസാരിക്കത്തേ ഉള്ളൂ. എടാ നിങ്ങൾ പേഴ്സണലി ചാറ്റ് ചെയ്യാനോ വിളിക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. ഇതാണ് ഗൈസ് ആ ലീഡറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിലെവിടെയാണ് ഞാൻ ഈ സോദരിയെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അവളാണ് മോശം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടുപേരെടുത്തും പറഞ്ഞു കൊടുക്കേണ്ട രീതി നല്ല രീതിക്കല്ലേ പറഞ്ഞു കൊടുത്തത്. ഈ ചാറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി ഈ ലീഡർ എനിക്ക് അയച്ച മെസ്സേജാണ്, അവൾ മാമിനെ സപ്പോർട്ട് ചെയ്യാനല്ല കൂടെ നിൽക്കണേ, മാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടീം കളയാനാണെന്ന്. സത്യമായി എത്രയോ വർഷം മുമ്പേ ആ ലീഡർ എനിക്ക് അയച്ച മെസ്സേജാണ്, പക്ഷെ അതിപ്പോൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് അവളും പറഞ്ഞത്. എനിക്ക് തന്നെ അയച്ചത്. അവളെന്താ പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വിളിച്ചു. ഞാനാണ് അവൾക്ക് ആ പ്രഷർ കൊടുത്തിട്ടോ, അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പലവിധ പറഞ്ഞാൽ നമ്മുടെ ടീമിൽ ആൾ ഇനാക്റ്റീവ് നിൽക്കുമ്പോൾ നമ്മളെ കഴിയുന്നതിന് മാക്സിമം എന്താ പറയുക ആളുടെ വിളിച്ച് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ മെസ്സേജ് അന്നും എന്നെ റിപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പലവിധം ചോദിച്ചായിരുന്നു, ശ്രുതി എന്ത് പറ്റി. അത് അവൾ നിന്നോട് ഇഷ്ടം കൊണ്ട് ഞാൻ ചോദിച്ചത്, ശ്രുതിക്ക് എന്ത് പറ്റി എന്ന രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ എന്താ പറയുക ഞാൻ കുറേ മെസ്സേജ് അവൾ റിപ്ലൈ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പലവിധം നിന്റെ ഇഷ്ടം കൊണ്ടല്ലേ ചോദിച്ചത്. സ്റ്റാർട്ടിംഗ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അന്വേഷിക്കണം തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൾ ഫോളോ ചെയ്തിട്ട് ഓഫ് കോഴ്സ് നീ ലീഡറിന് അവർക്ക് അത്രയും കാര്യമായതുകൊണ്ടല്ലേ. ഇത് സംസാരിച്ചപ്പോൾ ഒരാൾ അങ്ങനെ ചോദിച്ചപ്പോൾ നീ അതിൻ്റെ താഴെ കൊടുത്ത റിപ്ലൈ നോക്ക്, എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇനി എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു അടി കിട്ടിയ പോലെ ഇല്ലേ? അല്ലേ, മുഖത്തടിച്ച പോലെ നീ ആ റിപ്ലൈ കൊടുത്തേ. അതായത് ഇപ്പോൾ നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം നീ ഒന്ന് വിളിച്ചാലൊക്കെ എടുക്കാൻ കേട്ടോ എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കാൻ വേണ്ട, ഇനി എന്നെ ഒന്നിനും വിളിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പല്ലവി എന്ന് പറഞ്ഞൊരു ലീഡർ വേണ്ട, പല്ലവി എന്ന് പറഞ്ഞൊരു പേഴ്സൺ, ആളുടെ സെൽഫ് റെസ്പെക്ട് അല്ല അവിടെ പോയത്. ആൾ വിചാരിക്കേണ്ട ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് എല്ലാവരുടെയും വായിലിരിക്കുന്ന കേൾക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അല്ല തന്നെയാണ് ആളും ഒരുപാട് സിറ്റുവേഷൻ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പല്ലവി ഒരുപാട് സിറ്റുവേഷൻ ഇപ്പോൾ രണ്ട് പിള്ളേരും വെച്ചിട്ട് അവൾ ഈ കാരണം കഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പോലും ഞാൻ അവൾക്ക് ഒരുപാട് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അവൾക്ക് ഞാൻ പ്രഷർ കൊടുക്കാറുണ്ട്. എനിക്കറിയാം. കാരണം ഈ ഒരു കൺസെപ്റ്റ് നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ നിന്റെ മെമ്പേഴ്സിനെ വിളിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം സിറ്റുവേഷൻസ് നോക്കി നിന്ന് ആർക്കും എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരും വിളിക്കാറുണ്ട്. എന്താണ് ഞങ്ങൾ അടയും ചക്കരയായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമല്ല, നമ്മുടെ ടീമിൽ പലരും നിർത്തിപ്പോയവരുണ്ടാവാം. എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആരുമായിട്ട് ഇപ്പോഴും പേഴ്സണലി ഒരു പ്രോബ്ലത്തിനും നിൽക്കാറില്ല. എല്ലാവരുമായിട്ട് ഞാൻ മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോഴും എല്ലാവരുമായിട്ടും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ അല്ലാത്തത് എൻ്റെ കുറ്റമല്ല. കാരണം ബിസിനസ് വേറെ, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ഇതൊക്കെ വേറെ. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങളെല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം എൻ്റെ ഫാമിലിക്ക് എഫക്റ്റ് ആവും. ഞങ്ങളെല്ലാവരും ബിസിനസ് വേറെ, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, ഈ സാധനങ്ങളൊക്കെ വേറെ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കും തീരും. എനിക്ക് അത് ചെയ്തില്ല, എന്നെ എന്നൊരു ചിന്ത മാത്രം വെച്ച് നിന്നിട്ടുണ്ടെങ്കിലും നടക്കൂല. കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടില്ല, അല്ലെ മറ്റൊരാളുടെ ഒരു അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? പിന്നെ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് നിർത്തേണ്ട ആവശ്യം എന്താ? ഞാൻ ഇപ്പം നിങ്ങൾ മാന്യമായിട്ടാണ് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കിയതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാം പേഴ്സണലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മനസ്സിൽ പക സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു റീൽ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ പോയി സ്റ്റോറി ഉണ്ടോ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ആൾ കേൾപ്പിച്ച ഓഡിയോയിൽ ആളുടെ വൈഫിൻ്റെ കുറേ സിറ്റുവേഷൻസ് പറഞ്ഞിട്ടില്ല. അവളുടെ സിറ്റുവേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ട് സിറ്റുവേഷൻ. എല്ലാവരും അതൊക്കെ തന്നെ തരണം ചെയ്തിട്ടാണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാത്രമല്ല സിറ്റുവേഷൻ ഉള്ളത്, എല്ലാവർക്കും സിറ്റുവേഷൻ ഉണ്ട്. എന്നിട്ട് ഇതേ അവസ്ഥയിൽ ഇരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യും വർക്ക് 6 months എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇപ്പോൾ അവർ പറഞ്ഞ മദർ തെരേസ ആവില്ലല്ലോ, ഞാൻ പണിയെടുക്കില്ല. അവരോട് പറഞ്ഞാൽ അവർ ചെയ്യും, നീ പണിയെടുക്ക്, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് കുറച്ച് വർക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവരുമല്ലേ ഞങ്ങൾക്ക് 2 കുട്ടികൾ തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അതൊക്കെ തന്നെ ഞാനോട് പറഞ്ഞു, അതിലൊന്നും തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തിനാണ് ടീമിലേക്ക് ഇത്രയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? അതായത് ടീമിലുള്ളവർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ടീമിലേക്ക് പറയുന്നത് എന്ന് തന്നെ അവരെന്നോട് ചോദിക്കുന്നത്. അതായത് ടീമിലുള്ളവർ ഇവരെന്നാ മീറ്റിങ്ങിന് വരാത്ത എന്നൊക്കെ ചോദിക്കുമ്പം എന്തിനാണ് നിങ്ങൾ അത് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പം ഞാനൊരു ലീഡറാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. ആ വാക്കിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളടുത്ത് ആരൊക്കെ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടല്ലോ.
ദുഷ്യ മാം ഇപ്പോൾ വർക്ക് എടുക്കുന്നില്ലേന്ന്. അതുപോലെ തന്നെയാ ടീമിലുള്ള ബാക്കിയുള്ള ലീഡേഴ്സിനോടൊക്കെ ഞാൻ പറയാനായിട്ടാ നിങ്ങൾ ക്ലോസിംഗ് കയറിട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ എന്ന് പറയുമ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ ടീമിലുള്ള ലീഡേഴ്സ് തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ലീഡേഴ്സിന് എൻ്റെ അടുത്ത് പറയുന്നത് മാം എന്തുകൊണ്ടാണ് അവരോട് പറയാത്തത്, ഞങ്ങളോട് മാത്രം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആസ് എ ലീഡർ ഞാൻ എന്ത് പറയണം? ഒരാൾക്ക് മാത്രം ഞാനൊരു കസേര ഇട്ടെടുത്ത് അവിടെ ഇരുന്നോ നീ പണി നിർക്കണ്ട ബാക്കി എല്ലാവരും കൊണ്ട് പണി എടുപ്പിക്കാന്ന് പറയാൻ പറ്റുന്ന ഒരു ലീഡർ അല്ല ഞാൻ. പിന്നെ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ലീഡേഴ്സും ഉണ്ട് അവിടെ. അപ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് അവരോട് പിന്നെ അവർക്ക് പറ്റില്ല. എന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 കുഞ്ഞുങ്ങളില്ലേ അത് മനസ്സിലാക്കി നമുക്ക് ചെയ്തു കൊടുക്കാം, ഞാനും കൂടെ കയറാം. പല സ്ഥലങ്ങളിലും ഞാനും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇത്രയും കാലം ചെയ്തു വന്നത്. ഒരുപാട് കാലം അവർ ഒന്നിനും വരാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് രാത്രി വന്നിട്ട് എന്തെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അതും ഈ ലീഡേഴ്സിനോട് പറയും. ആണ്ടടി ശങ്കരാന്തിക്ക് വന്നിട്ട് ഈ മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്നത് എന്താ, ഡെയിലി ചെയ്യുന്നവരല്ലേ ഞങ്ങൾ നോക്കാനായിട്ട്. ഞാനതൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോകാനാണ് ശ്രമിക്കാറ്. ഓക്കെ, എനിക്ക് അവരോട് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതിനാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയാം. ടീമിലുള്ളവർ ചോദിക്കുമ്പോൾ പറയേണ്ട ഉത്തരവാദിത്തം. നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ചോദിക്കേണ്ട ആവശ്യം? നിങ്ങൾ ഇതൊക്കെ നിർത്തി പോയതല്ലേ, അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്തിനാണ് ടീമിൻ്റെ അകത്ത് തലയിടുന്നത്? അതിന് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്. അതുപോലെ അപ്പോൾ ഞാൻ ടീമിൽ ഇരിക്കുന്ന ലീഡറാണ്, സോ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ വോയിസ് നിങ്ങൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞ ഭാഗം മാത്രം കേൾപ്പിച്ച് തന്നിട്ട് ഞാൻ മാത്രം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നൊരു പൊട്ടന്മാരാണെങ്കിൽ വിശ്വസിച്ചോളൂ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ അയച്ച വോയിസ് ക്ലിപ്പ് ആരുടെ ഹസ്ബൻഡിനെ കുറിച്ച് പക്ഷേ ഞാൻ അവിടെ നല്ലതും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അവർ കേൾപ്പിച്ചിട്ടില്ല. നോർമലി നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കിനിടയിൽ വന്നിട്ടുള്ള ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്തൊരു കാര്യം അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തു. അത് അത്രയും ചീപ്പായിട്ട് അവർ ചിന്തിക്കുന്നു. എനിക്ക് വേണേൽ ചെയ്യാം, എന്നെ നിർബന്ധിക്കാതെ ഞാൻ ചെയ്യും. ഇനി ഒരിക്കലും ഞാൻ ഒരാൾക്ക് ഹാമാവോ ചേച്ചനും മിണ്ടാണ്ടിരിക്കില്ല. കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല, അത് നിങ്ങൾ അർഹതപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഏറ്റവും വലിയ കോമഡി മെസ്സേജൊക്കെ ഇട്ടിട്ട് ഒരു എംബ്ലം ഇടും പോലും ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ കൊടുക്കുന്ന പ്രഷറാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ പറഞ്ഞ സോദരി എനിക്ക് എത്ര പ്രാവശ്യം ഇമ്പോർട്ടൻറ്റ് പിന്നെ മറ്റേ മാർക്ക് ഇതായിട്ടോ എല്ലാവരും ചെയ്യുന്നതാ. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ, വിട്ടു പോവല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതൊരു പ്രഷറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഈ ഇമ്പോർട്ടൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്? എനിക്ക് ഇട്ട് തന്നിട്ടില്ലേ? ഞാൻ നിങ്ങളെ മുകളിൽ ലീഡർ, എന്നിട്ട് എനിക്ക് നിങ്ങൾ പ്രഷർ തന്നിട്ടില്ലേ? അപ്പോൾ എൻ്റെ പൊന്നെ, നിങ്ങളൊക്കെ എന്താ ഈ കുഞ്ഞുങ്ങൾ പിച്ചി നുള്ളി എന്ന് പറയുന്ന പോലെ വീഡിയോ ചെയ്തിട്ട് എനിക്കറിയില്ല നിങ്ങൾ ഇവന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ഞാൻ എൻ്റെ കെട്ടിയോൻ എന്തെങ്കിലും അയച്ചത് അപ്പോൾ അത് കേൾക്കണേ, ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ അനിയനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഒരിക്കലും ഒരു ആൾക്ക് കൊടുക്കുന്ന പ്രഷറല്ല. ഓക്കെ, അറിയില്ല. ഫോട്ടോ അയച്ചിട്ട് ഇപ്പം തന്നെ വിളിക്കി എന്ന് പറഞ്ഞത് അവർ പറയണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ അയച്ചിട്ട് ഇപ്പം തന്നെ വിളിക്കി. എന്താ കാര്യം നിങ്ങൾക്കറിയോ? ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ചേച്ചി ഈ ചേച്ചിനോട് ഞാൻ പ്ലാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് റിപ്ലൈ തരുന്നില്ല, എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ സഹോദരിക്ക് അയച്ചിട്ടല്ല, നിന്റെ കോൺടാക്റ്റ് ആണ്. ഞാൻ അതുപോലെ എടുക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ അത് എത്രവരെ കൊണ്ടുവിടാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ആ സ്ക്രീൻഷോട്ട് ആ വ്യക്തിക്ക് അയച്ചിട്ട് എടി നീ വിളിക്കിട്ട് അത് സെറ്റ് ആവുന്ന കോൺടാക്റ്റാണ്, നീ സംസാരിച്ച് നോക്കുന്നുണ്ട്, അവർക്ക് തന്നെ കൊടുത്തതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും അത് പ്രഷർ കൊടുത്തല്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കാലം അവർക്ക് നന്ദിയുള്ളതും മറ്റേ കാലം നിന്ന കാണിക്കാനുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മിണ്ടാതെ എൻ്റെ പണി നോക്കി പോയാൽ മതിയായിരുന്നു. അല്ലേ, എന്തിന് ആവശ്യമില്ലാതെ എവിടെയോ കിടന്ന് പാമ്പിനെ എവിടെയോ എടുത്തിട്ട് എന്ന് പറഞ്ഞ അവസ്ഥ ചെയ്യേണ്ടത്. ഓക്കെ, വോയിസ് ഷെയർ ചെയ്യുന്നത് അവർ പറഞ്ഞ വോയിസ് ഇവർ പറഞ്ഞ വോയിസ് ഒക്കെ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എടോ, ഇതൊക്കെ വർക്കിൻ്റെ ഇടയിൽ ലീഡേഴ്സ് തമ്മിലുള്ള ചർച്ചകളായിരുന്നു. നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ, ഓരോ വോയിസ് അയക്കും, എന്നിട്ട് ഇന്ന മാം ഒരു വോയിസ് അയക്കും, ഇന്ന ആള് ഒരു വോയിസ് അയക്കും, ഇന്ന ആൾ പറഞ്ഞതാട്ടോ, ഇവരിങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവരിങ്ങനെയാണ് പറയുന്നത്, ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഏതൊക്കെ ലീഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റല്ലടോ, അതൊക്കെ ലീഡേഴ്സിനോട് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ വർക്കിനിടയിൽ നടക്കുന്നതാണ്. ഏതൊരു വർക്കിംഗ് സ്പേസിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരാൾ ഇതാ ഇങ്ങനെ പറയുന്നുണ്ടോ, നമുക്ക് അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ, അല്ലാതെ മോശപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടല്ല ആർക്കും വോയിസ് അയച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഈ രീതിയിൽ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. പിന്നെ ആ വ്യക്തി പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രൊഫഷൻ ചെയ്യില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെയ്യില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊഫഷനിലേക്ക് പോവില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊഫഷൻ സൈഡാക്കി വെച്ച് ഞാനിപ്പോൾ ഇതിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ സൈഡാക്കി വെച്ചു എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും എടുക്കില്ല. ഞാൻ എന്തിനാണ് എൻ്റെ പ്രൊഫഷൻ ഒരിക്കലും എടുക്കാതിരിക്കുന്നത്? ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതും കൊണ്ടുപോകും. കണ്ടോളൂ കേട്ടോ. നിങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ വന്ന് പറയുന്നത്, ഞങ്ങൾ മോനെ അംഗനവാടിയിൽ കൊണ്ടിട്ട് 2.5 മാസം കുഞ്ഞ് ഒരു ദിവസം പോലും കരയാതെ പോയിട്ടില്ല എന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് നിങ്ങൾ പറയണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപാട് മാറി മോൻ അംഗനവാടി പോയിട്ട് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുട്ടി ഓക്കെയാണ്, കാരണം കുട്ടീനെ അംഗനവാടിയിൽ വിട്ടു, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളുടെ വീഡിയോ തറോലി കാണുന്ന വ്യക്തിയും അല്ല. എന്നാലും ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അതിൽ നിങ്ങൾ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു അംഗനവാടി പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് കുട്ടിയെ കുറിച്ചോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കുഞ്ഞിനെ അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഫിജി കാർഡിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഒരു മന്ത് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജോബിൽ കയറി
ഓക്കെ, ഒരു മന്ത് ആവുന്നതിന് മുമ്പേ നിങ്ങൾ ജോബ് കയറി. അപ്പോഴും ഇതേ കുഞ്ഞുങ്ങളും ഇതേ അമ്മയും തന്നെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്ക് എടുക്കണോ വേണ്ടയോ, കുട്ടീനെ നോക്കണോ, എന്ത് കാര്യം, അതൊക്കെ നിങ്ങളുടെ കാര്യം. എൻ്റെ കാര്യം എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം. അതിലൊന്നും ഇടപെടാൻ ഞാൻ ആളല്ല. പക്ഷെ നിങ്ങൾ ഇടപെടുന്നു, അറിയില്ല. ID തട്ടിപ്പറിച്ച് വാങ്ങി, കള്ളം പറഞ്ഞു വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ കള്ളം പറഞ്ഞു വാങ്ങിയത്? ഞാൻ ടീമിൻ്റെ കാര്യം സെറ്റ് ചെയ്തോളാം. ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറച്ച് കാലം നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു തോന്നുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ഉണ്ട്. എന്ത്, വെറുതെ അല്ല ഈ മാം ഇങ്ങനെയൊക്കെ പറയണത്, നിങ്ങൾ ആരും ആക്റ്റീവ് ആവേണ്ട. ഞാൻ എത്രയും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അത്രയും മടുപ്പിച്ച്, നിങ്ങൾ അത്രയും എന്നെ അത്രയും എന്താ പറയുക കരിവാരിത്തേക്കല്ല, അത്രയും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പല രീതിയിൽ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് തെറ്റിദ്ധാരണ വന്ന പല ലീഡേഴ്സും പിന്നീട് ഞാൻ പറഞ്ഞ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്നോട് വന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്നോട് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഇതും പറഞ്ഞിട്ട് നിങ്ങളെ പിന്നാലെ വരാൻ നടക്കില്ല. പിന്നെ ഐ ഡി വാങ്ങിയതിനെ കുറിച്ച് അതെനിക്ക് പറയാനുണ്ട്. ID വാങ്ങിയത് ഇമെയിൽ റിജക്റ്റ് ആയെന്ന്. എടോ, മെയിൽ റിജക്റ്റ് ആയി. ഇത്രയും കാലം ഫിജിക്കാട്ടിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല? ഈ പറയുന്ന സോദരി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് മെയിൽ അയച്ചിട്ട് കമ്പനി അതിനെ തിരിച്ചയക്കും, അതായത് റിജക്റ്റ് ആയിട്ട്. കാരണം എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യാനോ, അതല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന കാരണങ്ങൾ മതിയായ കാരണമല്ല എന്നുള്ളത് കൊണ്ടോ, അതും അല്ലെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് കൊണ്ടോ ഒക്കെയാണ് മെയിൽ റിജക്റ്റ് ആയി തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ലീഡേഴ്സ് അത് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ മെയിൽ അയക്കുകയാണ് ചെയ്യുക. നിങ്ങൾ എത്രയോ വട്ടം ചെയ്തിട്ടുണ്ട്. അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ തരാം കേട്ടോ. നിങ്ങൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് ഇപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്, അപ്പോൾ ഇതിങ്ങനെ മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ? അതാണ് ലീഡേഴ്സ് ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് അവർ അതിൽ എന്തൊക്കെ കറക്ഷൻസ് വരുത്താനുള്ളതാണ് പറഞ്ഞത്. അതിൽ കറക്ഷൻസ് ഒക്കെ വരുത്താനുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്താണ്, ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാനും പോയില്ല. എന്താണ് കറക്ഷൻസ് അല്ലെ എന്താണ് പ്രോബ്ലം എന്ന് അങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. അവിടെ തന്നെ അവർ പറയുന്നുണ്ടല്ലോ, ലീഡേഴ്സ് പിന്നീട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താ, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, ഈ താല്പര്യമില്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതിന്റെ പിന്നാലെ വന്നിട്ട് ID ചേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം അതിന് വേണ്ട ആവതായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഞാൻ കൊടുത്തു. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഫൈനൽ സ്റ്റേജിൽ വരെ ഉള്ളതെല്ലാം കഴിഞ്ഞു എന്ന്. എല്ലാം കഴിഞ്ഞു. നിങ്ങൾ അതിന് ഓക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്തു, നിങ്ങൾക്ക് കോള് വന്നു, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം എനിക്ക് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നത് തന്നെയുള്ളൂ. പക്ഷെ ഞാൻ അത് താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെയാണ് ചെയ്യാഞ്ഞത്. സഹോദരി വരികയാണെങ്കിൽ ഞാനിത് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പലയിടത്തും നടക്കുന്നുണ്ട്. നിങ്ങളെടുത്ത് തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ID വേണ്ടടാ, നീ വർക്കിന് വന്നിനെ കൊണ്ട് ആവുന്ന പോലെ ചെയ്താൽ മതി, ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ID ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ID എനിക്ക് കിട്ടണം എന്നുള്ള ആക്രാന്തത്തിലാണെങ്കിൽ നിങ്ങളോട് പറയോ വർക്ക് എടുക്കാൻ വാ എന്ന് പറയോ? ഇല്ല. നിങ്ങൾ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വർക്ക് എടുക്കാൻ വാ, ഞാൻ ID നിങ്ങൾക്ക് തരാം, എനിക്ക് ID വേണ്ടിയിട്ടല്ല എന്നുള്ള എത്ര വട്ടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനും മനുഷ്യനാ. ആരും നന്നാക്കാനല്ല, അവനവൻ നന്നാവാൻ തന്നെ വരുന്നത്. ടീമിനെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഓക്കെ, ചുമ്മാ കയറി എന്തെങ്കിലും പറയാം. നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. എന്നിട്ട് ഒന്നും അറിയാത്ത ഒരാളെ പോലെ ഞാൻ ഈ വീഡിയോ ചെയ്യില്ല എന്ന് വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞതെങ്കിൽ തെറ്റിപ്പോയി. പിന്നെ ID വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തതെന്ന് എന്നോട് നിങ്ങൾക്ക് എന്ത് അധികാരത്തിലാണ് ചോദിക്കാൻ പറ്റുക? കാരണം നിങ്ങൾ ആ ID ഇങ്ങോട്ട് തന്നുകൊണ്ട് അതേ അധികാരത്തിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല? കാരണം ഞാൻ തന്ന ID അല്ലത് അല്ലേ? ഞാൻ എത്ര എൻട്രീസ് കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെന്ന്. ഒരു സൈഡ് ഫുള്ള് സെറ്റ് ചെയ്തു, മറ്റേ സൈഡിൽ കുറേ വർക്ക് സെറ്റ് ചെയ്തു. ID ഞാൻ അത്രയും കുറഞ്ഞ റേറ്റിന് തന്നു, ഇത്രയും ഇൻകം നിങ്ങൾ മേടിച്ചു. എന്നിട്ട് നിങ്ങൾ വർക്ക് എടുക്കില്ല, ഇനി ഞാനൊരു ഗ്യാപ്പ് എടുക്കുക, 6 മാസം ഗ്യാപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ വർക്ക് എടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ ടീമിനെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പം ഞാൻ തന്ന ID അല്ലേ, എനിക്ക് നിങ്ങളോട് പറയാറുന്നില്ല. നിങ്ങൾ ഈ ID തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എന്ത് ചെയ്തു, ആ ടീമിന് എന്ത് ചെയ്തു, നിങ്ങൾ എന്താ കള്ളം പറഞ്ഞു, അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്, നിങ്ങൾ 100 ചോദ്യം എന്നോട് ചോദിക്കുന്നില്ലേ? ഞാൻ ഇതൊക്കെ നിങ്ങളോടൊന്ന് ചോദിക്കണ്ടേ? ചോദിച്ചോ? കുറച്ച് മാനേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യാം. ചാറ്റ് അവസാനിപ്പിച്ച കഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ. ചാറ്റ് അവസാനിപ്പിച്ചത് അതിൻ്റെ താഴേക്ക് എന്തോരം നിങ്ങൾ വോയിസ് ഇട്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് ചാറ്റ് ഇടാം, അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ, ഞങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ അവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തില്ലേ? അതിന് താഴത്തേക്ക് എന്തുകൊണ്ട് കാണിച്ചില്ല? നിങ്ങൾ എന്തോരം വോയിസ് ഇട്ടിരിക്കുന്നു. എനിക്ക് എന്നെക്കുറിച്ച് ലീഡേഴ്സിന് എന്തൊക്കെ വോയിസ് ഇട്ടിരിക്കുന്നു, അതൊക്കെ കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്? അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചാറ്റ് അവസാനിപ്പിച്ച ആൾ പിന്നെ സ്റ്റോറിയാണ് ഇട്ടത്. ആ സ്റ്റോറി കണ്ട് ഞാൻ ചോദിച്ചു, ഇത് ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല, നെഗറ്റീവ് ആവില്ല, ഇൻസ്റ്റയിലൊക്കെ വർക്ക് എടുക്കുന്ന നമ്മുടെ ടീമിലുള്ളവർ ഇല്ലാത്തവരായിട്ട് ഒരുപാട് പേരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ബാധിക്കില്ലെന്ന് ഞാൻ ചോദിച്ചു. അതിങ്ങനെ ബാധിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, നല്ലതെന്നുള്ള രീതിയിലല്ല എല്ലാ കാര്യം ചെയ്തത്. നല്ലത് ഞങ്ങൾക്ക് നല്ലത്, ടീമിന് നല്ലതാണെന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറഞ്ഞ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മോശമൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളെന്താ മോശമാണോ നല്ലതാണോ പറയണമെന്ന് നിങ്ങൾ എപ്പോഴേ തീരുമാനിച്ചാൽ നെഗറ്റീവ് ആവില്ല പറയാൻ. പല്ലവി തന്നെയാണ്, പല്ലവിക്ക് പറയാനുള്ളത് തന്നെ ഞാൻ പറഞ്ഞത്, വ്യത്യാസമൊന്നുമില്ല, സൗണ്ട് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പല്ലവി സെയിം സംഭവം തന്നെ പറയാതിരിക്കണം എന്തായാലും. നിങ്ങൾ എന്നിട്ടോ നിങ്ങൾ ഈ റീസൺ പറഞ്ഞിരിക്കുന്ന ലീഡർ, അതായത് പിന്നെ ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, എൻ്റെ സിസ്റ്ററിനെ പോലെയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ആ ലീഡർ ഈ സ്റ്റോറി കണ്ടിട്ട് എന്നോട് വന്ന് ചോദിച്ചെന്ന് പറയാം, മാം ഇത് ഇതുവരെ കഴിഞ്ഞില്ല, ഇതൊരു പ്രശ്നമാണോ, അതൊക്കെ അവിടെ കഴിഞ്ഞതല്ലേ, ഇത് പിന്നെ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ ആരോടും പേഴ്സണൽ ക്രെഡിറ്റ് വെക്കുന്ന ഒരാളല്ല.
ആ കുട്ടിയോടും എൻ്റെ ടീമിലെ എല്ലാ ആൾക്കാരോടും ഞാൻ പേഴ്സണലി എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ മാന്യമായിട്ടേ പെരുമാറാറുള്ളൂ. അവരോട് ഇപ്പോഴും മാന്യമായിട്ടുള്ള ടച്ച് ഉണ്ടാനും നിങ്ങളെ ഒഴികെ. കാരണം സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഞാൻ ദേഷ്യം വെച്ച് പുലർത്തി മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, മാഡം ഇതൊക്കെ സൈഡാക്കി വെച്ചിട്ട് വേറെ സ്റ്റഡീസിന് പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ കൊള്ളണ്ടേ? നിങ്ങൾ എന്തിനാ കൊള്ളുന്നത്? നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നേ? ഞാൻ തന്ന ഐഡിയിൽ നിങ്ങൾ വർക്ക് എടുത്തപ്പോൾ ഒരു സമയം ഞാൻ നിങ്ങൾ വർക്ക് എടുക്കുന്നതിന് വെച്ചപ്പം നിങ്ങൾക്ക് തോന്നിയതൊക്കെ പറഞ്ഞില്ലേ? ഞാൻ എവിടെയും സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടില്ലല്ലോ. ഞാൻ എവിടെയും ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴും ടീമിൽ വർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ നിർത്തി പോയതല്ലേ? പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല. നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ജോയിൻ ചെയ്യുന്നപ്പോൾ എത്ര ആൾക്കാരോട് പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഇതാക്കാം വാടാ നമുക്ക് സെറ്റാക്കാം. അവരൊക്കെ അവിടെ ഇട്ടിട്ടല്ലേ നിങ്ങൾ ടീമിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയത്? ടീമിനെ നോക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് വേണേൽ അത് ഞാൻ ഇവിടെ ഇടാം. എനിക്ക് ടീമിനെ ഇപ്പോൾ നോക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ വർക്ക് മാത്രം നോക്കാം. പിന്നെ അതിൽ ഒരു ലീഡറിനെ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ട് ആ ലീഡറിന് കോൺടാക്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ബാക്കി ആർക്ക് പറ്റില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരാൾ എന്നെക്കുറിച്ച് പറയാൻ ഒരു അർഹതയും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു ഐഡി എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നു, സാധാരണക്കാർക്ക് കൊടുക്കുമോ? നിങ്ങൾ ഞങ്ങളുടെ ഫോളോവേഴ്സ് കണ്ടിട്ടല്ലേ തന്നത്? അതെ, അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഫോളോവേഴ്സ് കണ്ടിട്ടാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. അതിലെന്താ തെറ്റ്? ഞാൻ സാധാരണക്കാർ കൊടുക്കുന്നതാണ്. സാധാരണക്കാർ ഇൻഫ്ലുവൻസേഴ്സ് പകരം തോന്നില്ല കേട്ടോ. കാരണം കുറേ പേര് കഷ്ടപ്പെട്ടിട്ട് അതിലും നല്ല റാങ്കിലിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സോ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതിലൊന്നൊരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഫോളോവേഴ്സ് കണ്ടിട്ടേ ഞാൻ തന്നത്, അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയുന്നു. ഓക്കെ, ആ വ്യക്തിയെ കാണാനില്ലല്ലോ, സ്റ്റോപ്പ് ചെയ്തോ? ഞാൻ ഗ്യാപ്പ് എടുത്ത സമയത്ത് ആരൊക്കെ ചോദിച്ചു എന്നുള്ള റെക്കോർഡൊക്കെ കിട്ടും. നിങ്ങൾ വർക്ക് എടുത്തിരുന്ന സമയത്ത് തന്നെ പലരും ചോദിച്ച കാര്യമാണ് ആ കാര്യം കേട്ടോ. പിന്നെ ഞാൻ വളരെ അഡിക്റ്റഡായിട്ട് വർക്ക് എടുത്ത ഒരാളാണ് എന്ന് നിങ്ങൾ പറയുന്നു. സന്തോഷം. ഞാൻ നന്നായി അഡിക്റ്റഡായിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ട് നല്ലോണം ഇരുന്ന് വർക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും കിട്ടിയിട്ടുമുണ്ട്. നിങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു സമയം, ഇല്ലയെന്ന് പറയില്ല. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ID വാങ്ങിച്ചതിന് ശേഷം ആ വഴിക്ക് കണ്ടിട്ടില്ല. ആരെ? എന്നെയോ? ID വാങ്ങിച്ചതിന് ഞാൻ ID ഒന്നാമത് എൻ്റെ പേരിലേക്ക് ആക്കിയിട്ടില്ല. അത് വേറെ കാര്യം. കാരണം എനിക്ക് ഫോളോ അപ്പ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഞാനത് ചെയ്തിട്ടില്ല. ഇനി അടുത്ത കാര്യം, ആ വഴിക്ക് കണ്ടില്ല. ID മാറ്റുന്നതിന് മുന്നേ തന്നെ എത്ര പ്രാവശ്യം ഞാൻ ആ ടീമിൽ വന്നിട്ട് ഓരോന്ന് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഓരോരുത്തരെ വിളിച്ച് സംസാരിച്ചിട്ട് ആ ടീമിലുള്ളവർക്കും അറിയാം. എന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ ടീമിലുള്ള ആൾ തന്നെ എനിക്ക് മെസ്സേജ് ഉണ്ട്, ചേച്ചി മാം ഈ വീഡിയോ എപ്പോഴെങ്കിലും ചെയ്ത് നന്നായി, അവർക്ക് ഇത് കിട്ടിയാൽ പോരാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ മെയിൽ റിജക്റ്റ് ആയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞേ. അപ്പം ഇത്രയും കാലം വർക്ക് എടുത്തിട്ട് മാഡം ലീഡറിന് അറിയില്ലേ എന്താണ് മെയിൽ റിജക്റ്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ടീമിനെ നോക്കുന്നില്ല എന്ന് റീസൺ പറഞ്ഞു. ഓഫ്കോഴ്സ് നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു എനിക്ക് ടീമിനെ നോക്കാൻ പാടാണെന്ന്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കൊടുക്കുക. ഡ്യൂ ടു ഫാമിലി ഇഷ്യൂസ്, ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മെയിൽ കൊടുക്കുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊരു മെയിൽ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ടീമിനെ നോക്കാൻ പറ്റില്ല എന്ന് ഞാൻ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ കാണിച്ചില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ, കാരണം മെയിൽ അയക്കുന്നത് ഞാനല്ല, ലീഡേഴ്സ് ആണല്ലോ. പിന്നെ പ്രിപ്പയർ ചെയ്തതിൻ്റെ സാധനം ഞാൻ കാണിച്ചുതരാം. അവർക്ക് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ടീമിനെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഞാൻ കാരണമായിട്ടിട്ടത്. അത് തെറ്റായി തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ലായിരുന്നു. കസ്റ്റമർ കെയർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോകാഞ്ഞത്. ഓക്കെ, പിന്നെ മറ്റ് ഇനാക്റ്റീവായി നിൽക്കുന്ന ലീഡേഴ്സിൻ്റെ ഐഡിയെ കുറിച്ചിട്ട്, അവരുടെ ഐഡിയ നിന്നെടുക്കാൻ ഞാൻ പറയട്ടെ. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് കുറേ പേരൊക്കെ അവർ സ്വയം പൈസ മുടക്കി ഐഡിയ എടുത്ത് 2 സൈഡും സെറ്റ് ചെയ്ത് വന്നിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഐഡിയ ഇപ്പം അവനവൻ പൈസ മുടക്കി, ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ചോദിക്കാം, ഞാൻ തന്ന ഐഡിയ ആണ്, അപ്പം എനിക്ക് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അവനവൻ വർക്കെടുത്ത് സെറ്റാക്കി അവരൊരു ടീമിനെ ഡീൽ ചെയ്ത് അവരായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമിൽ ഒരാൾ ഇനാക്റ്റീവ് ആവുന്നതും അല്ലാത്തതും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോഴും നിങ്ങൾ ഈ ഉദ്ദേശിച്ച ലീഡേഴ്സ് എല്ലാവരും അവനവൻ്റെ ടീമിൽ പ്രൊഡക്റ്റ് കിട്ടാത്തവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ടീമിൽ ആരാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്താണെന്നൊന്നും ചിന്തിക്കാറില്ലല്ലോ. ഈ ഇനാക്റ്റീവായി നിന്ന പല സമയത്തും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ലീഡേഴ്സ് അല്ലേ നിങ്ങളുടെ ടീമിനും കൂടെയുള്ള BOPയിൽ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കയറിയത്. അപ്പോൾ അവരെക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതേ ഹസ് തന്നെ പറയുന്നു, ഞാൻ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, തെറിയൊന്നും പറഞ്ഞിട്ടില്ല, ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ പറയുന്ന വ്യക്തി തെറിയൊന്നും പറയുന്ന വ്യക്തിയല്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇവർ പറയണ്ടേ ഞാൻ ചിലപ്പോൾ അടി ഉണ്ടാക്കിയേക്കാം, തെറി വിളിച്ചിട്ടുണ്ടാകാം, അതൊന്നും ഇവരെ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്. അതവരുടെ കാര്യം. ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ ഹസ്ബൻഡ്, ആൾ നല്ലൊരാളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ID ട്രാൻസ്ഫർ സമയത്താണ് മോശമായിട്ട് സംസാരിച്ചത്, അതിന് മുൻപ് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്.
നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ചപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത്. അതിൻ്റെ മുമ്പ് എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ID ട്രാൻസ്ഫർ നടന്നത് എപ്പോഴാണ്? നിങ്ങളുടെ വൈഫ് എൻ്റെ അടുത്ത് സോറി പറഞ്ഞത് എപ്പോഴാണ്? അതിൻ്റെ മുമ്പേ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണല്ലോ അവർ വന്നിട്ട് എന്നോട് സോറി പറഞ്ഞത്. ഓക്കെ, ഇനി അസഭ്യം ആൻഡ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക രണ്ടാണ്. അസഭ്യവും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതും രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ അസഭ്യം സംസാരിക്കാത്ത ആളാണ് കേട്ടോ. സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം എന്ന് നന്നായിട്ട് അറിയാം. യെസ്, അത് ഞാൻ കേൾപ്പിച്ചുതരാം. പെണ്ണിനെ വിളിച്ചിട്ട് എന്തൊക്കെ പറയണ്ട എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പെണ്ണോട് സംസാരിക്കുന്നത്. ലേഡിയോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതി സംസാരിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ ഒരു മാന്യത വിട്ട് ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ചൂടാവേണ്ട മാന്യത വിട്ട് സംസാരിക്കാത്ത ആളുടെ മാന്യത ഞാൻ കാണിച്ചു തരട്ടെ. സോദരിയുടെ ഭർത്താവ് സ്ത്രീകളോട് മാന്യമായിട്ടേ സംസാരിക്കാറുള്ളൂ കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട ഒരു വൃത്തികെട്ട ചാറ്റ് ഉണ്ടല്ലോ, അതായത് ഒരു ലേഡീനോട് അത്രയും മോശമായിട്ടും അവർ അച്ഛനെ അടക്കം പറഞ്ഞ ആ ഒരു ചാറ്റ്, ആ ചാറ്റ് എനിക്ക് എൻ്റെ ലീഡർ അയച്ചു തന്നു. എന്നെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഇതിനൊക്കെ എന്താ പറയേണ്ടത് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ ആ സോദരിക്ക് അയച്ചു കൊടുത്തിട്ട് എന്തായതെന്നുള്ളത് സിമ്പിൾ ഇട്ട് കൊടുത്ത് ആൾ എനിക്ക് പറഞ്ഞ റിപ്ലൈ ആണ്, ഇത് ആളുടെ ഹസ്ബൻഡാണ് അയച്ചതെന്ന്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിങ്ങൾക്ക് തെളിവ് തരേണ്ടത്? സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നൊരു മനുഷ്യനാണെങ്കിൽ ഒരു സ്ത്രീനോടാണ് ഇത്രത്തോളം വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞത്. ഇത് വായിച്ച് ചാകടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ആ ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും രണ്ടുപേരും അവിടെ ഇരുന്ന് വെറുതെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് നടക്കരുത്. സത്യാവസ്ഥ ഇതൊക്കെയാണ്. എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എനിക്കിവിടെ വെളിപ്പെടുത്താനേ പറ്റൂ. കാരണം ഞാൻ അവരെ പോലെ ക്രൂഡ് മൈൻഡായിട്ട് ആദ്യം തൊട്ടേ വീഡിയോ എടുത്ത് വെക്കാനോ ഓഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. ആൻഡ് എന്നോട് ബാഡായിട്ട് സംസാരിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് കയറും എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്നെ തെറി വിളിച്ചു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എന്നോട് മോശമായിട്ട് പറഞ്ഞത് ഇതാണ്, ഈ ഒരു കാര്യം മാത്രം. അല്ലാതെ എന്നെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ടീമിൽ മറ്റു പലരുടെ അടുത്തും വേണ്ടാത്ത രീതിയിൽ, മീൻസ് മറ്റേ എന്താ പറയുക, വേറൊരു രീതിയല്ല ഉദ്ദേശിച്ചത്, ബാഡ് വേർഡ്സ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് ഇവർ സംസാരിച്ചിട്ടുണ്ട്, ഇവരുടെ ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു സ്ത്രീ 1 സംതിങ്ങിന് എങ്ങാനും ഇവർ മെസ്സേജ് അയക്കുന്നുണ്ട്. ആരാ മെസ്സേജ് അയക്കുന്ന? സോദരിയല്ല, സോദരിയുടെ ഹസ്ബൻഡാണ്. സോ ടീമിന്റെ കാര്യം എന്തുണ്ടെങ്കിലും ഈ വ്യക്തിയാണ് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത്. അത് പേഴ്സണലി ഇപ്പോൾ ലേഡീസിന് ഇഷ്ടമാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നട്ടപ്പാതിരിക്ക് നിങ്ങളുടെ ടീമിലുള്ള ഒരു ലീഡറിന്റെ ഹസ്ബൻഡ് നിങ്ങൾക്ക് പുലർച്ചയ്ക്ക് 1 സംതിങ്ങിനൊക്കെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമല്ല. അടുത്ത കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഹറാസ്മെന്റ്. അവർ ചെയ്തത് പേഴ്സണൽ ഹറാസ്മെന്റ് ആണ്. അപ്പം അത് ചെയ്യാൻ അവർക്കൊരു ഇതുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് അധികാരം അല്ല എന്ത് അവകാശമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട്? ഒന്ന് മനസ്സിൽ തൊട്ട് പറഞ്ഞു. നിങ്ങൾ എത്ര പേരെ പേഴ്സണലി ഹറാസ് ചെയ്തിട്ടുണ്ട്? എന്നെ ഇപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തത് തന്നെ. അതിന്റെ മുന്നത്തെ 5 or 6 months മുമ്പേ ലീഡർ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞത് ഫുള്ള് പേഴ്സണൽ ഹറാസ്മെന്റ് അല്ലേ? അതുപോലെ നിങ്ങൾ നമ്മുടെ ടീമിൽ എത്ര ലീഡേഴ്സിനെ പേഴ്സണലി ഹറാസ് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ നിങ്ങൾ ചെയ്തു. ഇതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ തീർത്താൽ മതി എന്ന് നിങ്ങൾ ആദോരാതെ പറയുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ചെയ്തത്? മറ്റുള്ള എത്ര വ്യക്തികളുടെ പേര് വരെ അതിലേക്ക് വലിച്ചഴിച്ചു. നമ്മൾ അത്രയും തികച്ചും പേഴ്സണൽ ആയിട്ട് പറഞ്ഞ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോർമലി ഒരു സാധാ ചിറ്റാറ്റുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ വെറുതെ കഥകൾ പറയുന്ന കൂട്ടത്ത് പറഞ്ഞ ഒരു കാര്യം വരെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അത്രയ്ക്കും ഡ്രാമാറ്റിക് ആയിട്ട് നിങ്ങൾ അത് ചെയ്ത് പേഴ്സണലി ഹറാസ് ചെയ്ത് നിങ്ങളാണോ ഇതിനെക്കുറിച്ച് പറയുന്നത്? അതുകൊണ്ട് അത് പറയാൻ ഒരു അവകാശമില്ല, അത് വിട്ടേക്ക്. പിന്നെ എനിക്കെതിരെ തന്ന ഭീഷണി, അതാണ് എനിക്ക് ഏറ്റവും കോമഡി ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തോ. നിങ്ങൾ പറയുന്ന ആൾ എല്ലാവരും കേട്ടോളൂ ഗൈസ്. ഇവർ പറയുന്ന കാര്യങ്ങൾ മനസാക്ഷി കുത്തുകൊണ്ട് മാത്രം ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന പോർഷനാണത്. ഓക്കെ, ഇവിടെ വെച്ച് നിർത്താനാണ് താല്പര്യം. പിന്നെ ഞാനും ഈ പറയുന്ന വ്യക്തിയും കാരണം തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഈ വ്യക്തി നമ്മുടെ ടീമിൽ നിന്ന് ഔട്ടായി പോയതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വിളിക്കുകയും, അയ്യോ ചേച്ചി പിന്നെ പ്രശ്നം മീൻസ് എന്താണ്, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല, ഞങ്ങളുടെ ടീമിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തതും ഓക്കെ. അത് ആരാന്ന് ഞങ്ങൾ പറയുന്നില്ല. അവരുടെ പേര് പറഞ്ഞാൽ എന്താണ്, ആരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നാണക്കേട് വരുന്നത് ഈ സഹോദരിക്കാണ്. പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ട കുടുംബമല്ല എൻ്റെത്. എൻ്റെ അനിയനെ കുറിച്ച് അവർ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞോ, എന്ത് വീഡിയോ ആണെങ്കിലും കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അനിയനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അനിയനും ഞാനും ഒക്കെ ഈ ബിസിനസ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും ഫാമിലിയും ബിസിനസ്സും കൊണ്ടേ കൂട്ടിക്കുഴച്ചിട്ട് നീ ബിസിനസ്സിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അടി കൂടാറില്ല. പിന്നെ എൻ്റെ ഈ സഹോദരൻ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഫാമിലി അതിലേക്ക് വലിച്ചഴക്കാറില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആളുടെ വൈഫ് എൻ്റെ ടീമിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ദെൻ ആള് കല്യാണം കഴിഞ്ഞപ്പോൾ ആളുടെ വൈഫായല്ലോ അല്ലേ? അതിന്റെ മുമ്പേ ആളിന്റെ ടീമിലുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ ആളുടെ ഐഡിയ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ചെയ്ത് ആളുടെ ടീമിലേക്ക് എടുത്തു. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ഫാമിലി, അയ്യോ ആ ഫാമിലി ചേച്ചിക്ക് എഫക്റ്റ് ആവോ, അയ്യോ ചേച്ചി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ഐഡിയ അവിടെ വെച്ചില്ല. കാരണം ഇത് ബിസിനസ്സാണ്.
സോ ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുക. സ്വന്തം നാത്തൂനെ എൻ്റെ ടീമിൽ നിർത്തിട്ട് അപ്പുറത്തേക്ക് ഇടുമ്പോൾ ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടില്ല. അവൻ അവിടെ ഈസി ആയിട്ട് പോയിട്ട് എൻ്റെ ടീമിലേക്ക് കൊണ്ടുപോയി. അതിൽ ചിന്തിക്കാത്ത ഒരുവനാണോ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോകുന്ന നിങ്ങളെ അവൻ്റെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഇത്ര മോശം എനിക്കതിലൊരു മോശമായിട്ട് തോന്നിയിട്ടുമില്ല. എൻ്റെ അനിയനാണ് അവരെ വിളിച്ചിട്ട് ആ ടീമിലുണ്ടായ പോലെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, നമ്മളെ ടീമിലേക്ക് പോരുമെന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എന്തൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല. കാരണം ബിസിനസ്സാണ്. ഓഫ് കോഴ്സ് നമ്മൾ പാമ്പർ ചെയ്ത് തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ആരോടും ഷൗട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് തെറ്റ്, നിങ്ങൾ എൻ്റെ കൂടെ പോരോ എന്നൊന്നും പറയില്ല. നിങ്ങളടുത്ത് വന്നിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അവിടെ ആ ടീമിൽ നിൽക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും ഈ ടീമിൽ ഉണ്ടാവില്ല, നിങ്ങൾ നമ്മളെ ടീമിലേക്ക് പോരും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികം. കാരണം സ്വന്തം ഭാര്യനെ ഞങ്ങളുടെ ടീമിൽ നിന്ന് എടുത്തു പോയ ആൾക്കാണോ ഈ ഇറങ്ങിപ്പോണ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിങ്ങൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിലൊരു മോശക്കേടോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എന്ത് കരുതുന്നു ചിന്തിക്കുക ഇല്ല. അപ്പം ആദ്യം അത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്ക് അതാണ് ശരി വന്നത്. അപ്പോൾ ഞങ്ങളടുത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണല്ലോ ആളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരാൾ ഞങ്ങളെ തേടി വന്നതെന്ന്. അതിന്റെ മുമ്പേ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഐഡി ഞങ്ങൾക്ക് തന്ന ഒരു സാധാരണക്കാരന് കൊടുക്കുമോ എന്ന് ചോദിച്ചില്ലേ? അപ്പം ഞാൻ തന്ന റിപ്ലൈ എന്താ? നിങ്ങളെ ഫോളോവേഴ്സ് കണ്ടിട്ടെന്ന് അല്ലേ? അതേപോലെ തന്നെ ഇതും. ഇപ്പം നിങ്ങളെ ക്യാരക്ടർ നോക്കിയിട്ടാണ് എൻ്റെ അനിയൻ വന്നത്. അന്ന് ഞാൻ നിങ്ങളെ ഫോളോവേഴ്സ് നോക്കിയിട്ടാണ് വന്നത്. എന്താ അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വളച്ചൊടിക്കുന്നു അല്ലേ? എൻ്റെ അനിയൻ നിങ്ങളടുത്ത് വന്നത് നിങ്ങളെ ഫോളോവേഴ്സ് കണ്ടിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ ടീമിൽ നിന്ന് വേറെ ഇഷ്ടമുള്ള ആൾക്കാർ നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ പോയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ടീമിലുണ്ടായ ബുദ്ധിമുട്ടുണ്ടായില്ല, എൻ്റെ ടീമിലേക്ക് വാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ഫോളോവേഴ്സ് കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അല്ല നിങ്ങൾ തെറ്റില്ലാഞ്ഞിട്ടോ അല്ല നിങ്ങൾ നല്ല ക്ലീൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ടോ നിങ്ങളെ ക്യാരക്ടർ അത്രയും അടിപൊളിയായിട്ടോ അല്ല. നിങ്ങൾ ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആ വർക്ക് തുടരാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അവൻ വന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് അല്ല എൻ്റെ അനിയൻ ചിലപ്പോൾ അവിടെ പോയിട്ട് ചേച്ചി അങ്ങനെയാണ്, ചേച്ചി കുറച്ച് പ്രഷർ ടൈപ്പ് ആണ്, ചേച്ചി പ്രഷർ തരുന്ന ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം അത് ബിസിനസ്സാണ്. അത് വെച്ചിട്ട് ഞങ്ങളെ ഫാമിലി പൊളിയൊന്നും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അയ്യോ അത്രയും മനസാക്ഷി കുത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ സമ്മതിച്ച് ഞാൻ. ഓക്കെ, എനിക്കതിലൊരു നാണക്കേടുമില്ല. ഈ കേട്ടിരിക്കുന്ന എല്ലാവരും കേട്ടോളൂ. എൻ്റെ അനിയനാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്, എനിക്ക് അതിലൊരു നാണക്കേടില്ല. അവൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ പോയിട്ട് എൻ്റെ നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ എൻ്റെ ടീമിൽ നിന്ന് പോയാൽ അവൾ നീ എന്തിനാ നിൻ്റെ ടീമിലേക്ക് വിളിക്കുന്നത് പോയി കരയേണ്ട ആവശ്യം എനിക്ക് ഇല്ല. പക്ഷെ ഞാൻ ഒരു ഉപദേശം അവർക്ക് കൊടുത്തിരുന്നു. മോനെ കൈ വെക്കുമ്പോൾ സൂക്ഷിച്ചോ, ചേച്ചിക്ക് കിട്ടിയ കൊത്ത് നിനക്കും കിട്ടാതിരിക്കാൻ സൂക്ഷിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബ്രദറിനെ പോലെ ആ ടീമിൽ ഞാൻ കണ്ടൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ സൂക്ഷിച്ചോ, നിങ്ങൾ അവിടെ എടുക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ എന്തായാലും ഇനി ആ ഭാഗത്തേക്ക് തല വെച്ച് എടുക്കാൻ കൂടിയില്ല. പക്ഷേ ശ്രദ്ധിച്ചോളൂ, കാരണം എനിക്ക് കിട്ടിയ അടി നീ എല്ലാവർക്കും കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയനെ പോലെ കണ്ടിട്ട് അവൻ്റെ അടുത്തും എൻ്റെ അനിയൻ്റെ അടുത്തും അതിൽ എനിക്കൊരു തെറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ എന്ത് വീഡിയോ ഇറക്കിയാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഭീഷണിക്ക് ഇറക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഭീഷണി ഇറക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്തരം ഭീഷണികളിലൊന്നും ഞാൻ വീഴില്ല. ഓക്കെ, ഇത് ഇത്രയ്ക്കും ഈ രീതിയിൽ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അത്രമേൽ നിങ്ങൾ അതപ്പതി ചങ്ങി എത്തി എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത് എല്ലാം വിളിച്ചു കൂവി പറയാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കൊരാളുടെ ഫാമിലി കയറി കളിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫാമിലിയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഞാൻ കാരണം മറ്റൊരാളുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടാണോ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളും എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിക്കാം. പക്ഷെ ഞാൻ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യണോണ്ടോ. ഓക്കെ, എന്നോ ഒരു നാൾ ഞാൻ നിന്നെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഈവൻ നീ നിന്റെ മോക്ക് വന്നൊരു കൊളാബിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ പിക്ക് പോലും എനിക്ക് ഷെയർ ചെയ്ത് രസമുണ്ടോ എന്ന് ചോദിച്ച ആളല്ലേ. അപ്പോൾ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സമയം കാണിച്ചത് കൊണ്ട് ഞാനിപ്പം ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നീ പേഴ്സണലി അത്രയും പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ എന്നെ നിർബന്ധിച്ചാൽ എനിക്ക് ഇനി ഇതിലും തരം താഴാൻ വയ്യ. എൻ്റെ മാക്സിമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി തരം താഴാൻ വയ്യ. ഞാൻ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം മിണ്ടാണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധവുമില്ലാത്ത ആൾ പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ടീമിൽ നടന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നീ അവിടെ പറഞ്ഞത് തികച്ചും നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. അത് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ നീയല്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ത് വേണമെങ്കിലും കാണുന്നവർക്ക് എന്ത് വേണം തീരുമാനിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്നെ പറ്റിയിട്ട് ആരും കുറ്റം വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെ ഓർമ്മിപ്പിക്കുമ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങളും ഞാൻ കാണുന്നതും പറയുന്നതും. അല്ലാതെ ഇവരെ പോലെ ഞാൻ ആദ്യമേ തെളിവ് ശേഖരിച്ച് വെച്ച് വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല ഇനി എന്തെങ്കിലും പറഞ്ഞു വരേണ്ടി വരുമെന്ന്. എന്നെ നിങ്ങളായിട്ട് നിർബന്ധിക്കരുത്. നിങ്ങളുടെ ഫാമിലി ഒരു ഇഷ്യൂ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാരണം ഒരാളുടെ പേഴ്സണൽ ലൈഫ് തകരാനോ പാടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിശബ്ദമായിട്ട് ഇരിക്കുന്നത്. അത് എൻ്റെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണരുത്, എൻ്റെ മാന്യതയായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. ഇത്രയും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും പറയാനില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇതിന് കറക്റ്റായിട്ടൊരു റിപ്ലൈ ഇല്ല.
എല്ലാം കള്ളത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലെ നിങ്ങൾക്ക് തന്നെ അറിയാം, അയ്യേ ഇത് അത്രയ്ക്കും എന്താ പറയുക വ്യക്തമായൊരു തെളിവെല്ലാം അറിഞ്ഞിട്ടും വെറുതെ അവിടെ വന്നിട്ട് വാരിക്കോരി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാണ്. കണ്ടു നിൽക്കുന്ന ഒരുവിധപ്പെട്ട വ്യക്തികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് അറിയാത്ത കുറച്ച് പേര്, എനിക്ക് ആ കുട്ടിയെ പറയാനുള്ളത്, ഞാൻ പേര് പറയുന്നില്ല, ആ കുട്ടി ആ വീടിന് താഴെ ഭയങ്കര പോസിറ്റീവായിട്ടും നമ്മളെ വീടിന് താഴെ വന്ന് ഭയങ്കര നെഗറ്റീവായിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു. ഞാനും കുറേ പ്രൂഫ് വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ എവിടെ ഇയാളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറയും കേട്ടോ. ഒരാൾ പറയുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇനിയും ബുദ്ധിമുട്ടാക്കാൻ വരരുത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ഫാമിലീൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ നീ ചെയ്തോ എന്ന് പറഞ്ഞ് അവർ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരിക്കലും അവരുടെ സപ്പോർട്ടോടു കൂടിയല്ല. വേണ്ട, നീ ആ ഒരു എന്താ പറയുക അവരെ പോലെ നിൽക്കേണ്ടവരല്ല, നീ നിൻ്റെ ലൈഫ് നോക്ക്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നീ നിൻ്റെ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലാണെങ്കിലും ചേച്ചി അതൊക്കെ ബിസിനസ്, അതൊക്കെ അവിടെ വിട്ടേക്ക്, അത് ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട്. അവരൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മിണ്ടാണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, ഇത്ര എന്നെ കൊണ്ട് പറയിച്ചതാണ്. സോ ഇനി എന്നെ കൊണ്ട് പറയിക്കാണ്ടിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത് പ്ലീസ്. കാരണം എനിക്ക് തീരെ താല്പര്യമില്ല. എസ്പെഷ്യലി നിങ്ങളായിട്ട് ഒരു സംസർഗത്തിനും എനിക്ക് താല്പര്യമില്ല. ഇത്തരം ഒരാൾക്കാരെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എനിക്ക് അറിയില്ല, പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായാലും ഈ ഒരു പോയിന്റ് ഉണ്ടാവും. ആൾക്കാർ മനസ്സിലാക്കാതെ കൂടെ ചേർത്ത് പിടിച്ചു എന്ന്. ഓക്കെ, നന്ദി വേണ്ട, ഇത്രയ്ക്കും പിന്നിന്ന് കുത്തരുത്, മനസ്സിലായോ? പിന്നെ ഇങ്ങനെ മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ട് ഒരു കപ്പിൾസ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയല്ല ശീലിച്ചത്. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കയറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞോട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം എൻ്റെ പ്രശ്നങ്ങൾ ഞാനാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത വർക്ക് ഞാനാണ്. എൻ്റെ ഹസ്ബൻഡ് ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ആ ആളുടെ ടീമിൻ്റെ കാര്യം നോക്കുന്നത്, അല്ലെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അതായത് എൻ്റെ പിന്നെ വേറെ ടീമിലേക്ക് എന്താണെന്ന് നോക്കി നോക്കി എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം വരുന്നു പറഞ്ഞിട്ട് എല്ലാത്തിനും ചാടിക്കയറി വരാൻ നിൽക്കാറില്ല. പിന്നെ ഞാൻ ആളുടെ വീഡിയോന് താഴെ കുറച്ച് കമൻസ് കണ്ടു. പിന്നെ ഭാര്യ ചെയ്യുന്നു, ഭർത്താവ് ചെയ്യുന്നു, അനിയൻ ചെയ്യുന്നു. അനിയൻ ഇപ്പോഴും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഒരു ദിവസം പോലും ആൾ സ്റ്റാറ്റസ് ഇരിക്കാറില്ല. ഓക്കെ, എല്ലാ ദിവസവും ആൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആളിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊരു ടീമിനെ നോക്കി അടിപൊളിയായിട്ട് വർക്ക് എടുത്ത് പോകുന്നുണ്ട്. ഞാൻ ഇടാത്തത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. പിന്നെ ഇൻസ്റ്റയിൽ ഇടാത്ത ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ടിൻ്റെ പ്രോബ്ലം വരുന്നത് കണ്ടാൽ ആരായാലും ഇടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് പോലും റിമൂവ് ചെയ്തത്. അക്കൗണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ ഇൻകം വാങ്ങിക്കുന്നത്, ഇതിൽ ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ ട്രൈപോഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുന്ന വർക്ക് അതിലൂടെയും ഇൻകം ആയിട്ട് വാങ്ങിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇൻകം പോസ്റ്റേഴ്സ് നിങ്ങൾ കൂടുതലും കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇൻകം പോസ്റ്റേഴ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒന്നും കാണാത്ത മട്ടിൽ ഇത് മാത്രം കണ്ടിട്ട് കുറച്ച് ആൾക്കാർ അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവരുടെ ഫാമിലിയിൽ കുറേ പേർക്ക് ഇൻകം കിട്ടുന്നുണ്ടല്ലോ. ഫാമിലി അല്ലാത്തവരുണ്ട്. ഈ സഹോദരിയല്ലേ ഒരു കുടുംബവും അല്ല, ഇവരെ ലക്ഷങ്ങളാണ് ഇത് ഏൺ ചെയ്തത്. ബാക്കി എത്ര പേരെ നിങ്ങൾക്ക് അറിയാം. ഇവരെ മാത്രമല്ല, ഇവരുടെ ടീമിൽ നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മുഖപരിചയമില്ലാത്ത എത്ര പേര് നല്ല രീതിയിൽ ഇൻകം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടും പറയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറ്റം പറയണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പം നമ്മുടെ ടീമിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അവർ ശ്രമിക്കാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് വർക്ക് എടുക്കാൻ പറ്റാതെ പോയ ആൾക്കാർക്കൊക്കെ ആ വർഷം തീർക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആ പറയുന്ന കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അവിടെ ഇരുന്നിട്ടും പറയുന്നത്. അതാരാന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല. അതും നിങ്ങളുടെ ലീഡറാണ്. ഓക്കെ, പിന്നെ കുറേ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് അവരുടെ കാരണം കൊണ്ടാണ് ഇതിൽ ഒന്നും ആവാതെ ആയത് എന്നറിയുന്ന കുറച്ച് പേര് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ആരടുത്ത് എനിക്ക് ഒരു കാര്യം ആരടുത്തും എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യമോ കാര്യങ്ങളല്ല. പക്ഷെ ഉപദ്രവിക്കാണ്ടിരിക്കുക, ഒരാൾ ഇത്രമേലും ഉപദ്രവിക്കാണ്ടിരിക്കുക, നമോ വാക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ആരും എന്നോട് ഈ കാര്യം ചോദിച്ചു വരില്ല മക്കളെ, പ്ലീസ്. കാരണം എനിക്ക് സമാധാനമായിട്ട് എൻ്റെ ലൈഫ് നോക്കി അല്ല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവരെ പോലെ ഇതിനായിട്ട് ഇരുന്നിട്ട് വായി തോന്നുന്നത് എന്തും പറയാനുള്ളത് ആവുന്നില്ല. എനിക്ക് ഇത്രയും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു അമർഷം തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്യാൻ താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് ഇതോടുകൂടി നിർത്തുക. കാരണം കുറേ പേര് എന്നോട് പറയും, ചേച്ചി വീഡിയോ ഇടണം, ചേച്ചി റിയാക്ട് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നല്ല ഉദ്ദേശമുണ്ട്, അല്ലാത്ത ഉദ്ദേശമുണ്ട്. നല്ല ഉദ്ദേശം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർ ഇത് കണ്ട് രസിക്കാലോ, രണ്ട് കൂട്ടരൊന്നും പറഞ്ഞ് രസിക്കാലോ എന്നുള്ള രീതിക്ക് പറയുന്നവരുണ്ട്. നല്ല രീതിക്ക് പറയുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കി. കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ചേച്ചിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുറേ പേര്. ഞങ്ങൾക്ക് അറിയാം ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര്. അവർക്കൊക്കെ ഇത്രയും പേഴ്സണലി നിങ്ങൾ അറിയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും, നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ എന്ത് പറയാനായി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടു. എനിക്ക് വീഡിയോ ഇടണം തോന്നി. ഇനി ഞാൻ ഈ പരിപാടിക്കില്ല. ദയവ് ചെയ്ത് തന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ പലതും പറഞ്ഞു പോകും. പിന്നെ നിങ്ങളുടെ ഫാമിലി തന്നെ പ്രശ്നമായിട്ട് എനിക്കത് കണ്ട് നിൽക്കാൻ വയ്യ. മറ്റൊരാളെ എഫക്ട് ചെയ്യുന്നതായതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് മക്കളെ, ഉപദ്രവിക്കരുത്. ഓക്കെ, ബൈ.